ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ. അല്ലെങ്കിൽ നിങ്ങൾ ഉറങ്ങിയോന്ന് അങ്ങനെ അറിയും. നമ്മുടെ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൻ്റെ സമാപന ദിവസമാണ്. അതിൻ്റെ സെക്കൻഡ് ഹാഫാണ്. സ്വാഭാവികമായിട്ടും ഈ ഇൻഫർമേഷൻ ഓവർലോഡ് കൊണ്ട് നിങ്ങളൊക്കെ ക്ഷീണിതരാണ് എന്നറിയാം. പക്ഷേ നിങ്ങളെ തീർച്ചയായിട്ടും ആക്റ്റീവ് ആക്കാനായിട്ട് മലയാളത്തിലെ പ്രമുഖരായ 3 ടെലിവിഷൻ ആങ്കർമാർ, അവതാരകർ ഇവിടെ എത്തിയിട്ടുണ്ട്. ശ്രീ പ്രമോദ്, അഭിലാഷ്, ഗോപികൃഷ്ണൻ. മലയാളം ടെലിവിഷൻ ചാനലുകളുടെ, പ്രത്യേകിച്ച് സ്വകാര്യ ചാനലുകളുടെ 30 വർഷം അതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്, ഇവരിലൂടെ കേൾക്കാൻ പോകുന്നത്. മോഡറേറ്റർ എന്ന നിലയിൽ കുറച്ചുകൂടി പുറകെ കാലത്തേക്ക് കൂടി തുടങ്ങിയിട്ട് ഇവരിലേക്ക് കൈമാറാം. 95-ൽ ഏഷ്യാനെറ്റ് ആദ്യത്തെ സ്വകാര്യ ചാനൽ വാർത്തയുമായിട്ട് രംഗത്ത് വരുന്നു. നമ്മുടെ സ്വാഗതം പറഞ്ഞ മിന്നമിസ് പറഞ്ഞതുപോലെ ആദ്യത്തെ ബുള്ളറ്റിൻ വായിച്ച പ്രമോദ് ഇവിടെയുണ്ട്. 95-ൽ ഈ ചാനലൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് വ്യക്തിപരമായിട്ടൊരു കാര്യമാണ്. ഞാനന്ന് പത്രത്തിലായിരുന്നു. ചാനൽ വിപ്ലവം വരാൻ പോകുന്നു എന്ന് കണ്ട് നേരത്തെ തന്നെ ഒരുക്കത്തോടു കൂടി 1992-ൽ പത്രത്തിലെ ജോലിയൊക്കെ രാജിവെച്ച് ചാനലുകൾക്ക് വേണ്ടിയിട്ടുള്ള വിഭവങ്ങൾ, നമ്മൾ പറയുന്ന പ്രോഗ്രാംസ് തയ്യാറാക്കുന്ന ഒരു സ്ഥാപനം തുടങ്ങി. ഹൈഫൺ കമ്മ്യൂണിക്കേഷൻസ് തുടങ്ങി. ഇങ്ങനെ തയ്യാറായി നിൽക്കുകയാണ് ഈ വലിയ വിപ്ലവത്തെ, വലിയൊരു മാറ്റത്തെ ഉൾക്കൊള്ളാനായിട്ട്. അപ്പം ആദ്യമായിട്ട് പല പ്രൊഫഷണൽസും, പല ചാനലുകളിലും പോയ പല പ്രൊഫഷണൽസും ആദ്യത്തെ കളരി ഹൈഫനായിരുന്നു. ഒട്ടേറെ പ്രോഗ്രാമുകൾ ചെയ്തിരുന്നു. അക്കാലത്ത് ടെലിവിഷൻ ചാനലുകളും വാർത്തകളും വരുന്നതിന് മുമ്പ്, നിങ്ങളൊന്നും ഓർമ്മയുണ്ടാവില്ല, മലയാളത്തിൽ സിനിമകൾ കാണാനായിട്ട് വീഡിയോ ലൈബ്രറികളെ ആശ്രയിച്ചിരുന്നൊരു കാലമുണ്ടായിരുന്നു. VHS കാസറ്റുകളിൽ, അത് ലൈബ്രറി പുസ്തകങ്ങൾ എടുക്കുന്ന പോലെ ലൈബ്രറികളിൽ പോയി VHS കാസറ്റിൽ സിനിമ കാണുന്നു. ആ ലൈബ്രറികൾ വഴി വീഡിയോ മാഗസിൻസ് ഇറങ്ങിയിരുന്നൊരു സമയമുണ്ട്. വീഡിയോ മാഗസിൻസ്, അതായത് ഇന്ന് നമ്മൾ കാണുന്ന ഒരു 20-22 മിനിറ്റുള്ള പ്രോഗ്രാമിൻ്റെ ഫോർമാറ്റിൽ ഇൻ്റർവ്യൂസും പ്രോഗ്രാംസും ഒക്കെ ആയിട്ട്. അങ്ങനെ ഒരു വീഡിയോ മാഗസിനിലാണ് ഞാൻ ആദ്യമായിട്ട് ബ്രോഡ്കാസ്റ്റ് ക്വാളിറ്റിയുള്ള ഒരു എക്യുപ്മെൻറ്റ് കാണുന്നത്. ഇന്ന് പല ടെക്നോളജി മാറി ഡിജിറ്റലിലേക്ക് വരുന്നതിന് മുമ്പ് അനലോഗിൽ ഹൈ ബാൻഡ് എന്ന് പറയുന്ന സിസ്റ്റം ഉള്ളപ്പോൾ, അതന്ന് CMI കോൺഗ്രിഗേഷനിൽപ്പെട്ട ഒരു അച്ഛനുണ്ടായിരുന്നു. അച്ഛൻ്റെ പേര് വികാസവാണിയുടെ അച്ഛനന്ന് ജർമ്മനിയിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ ഈ ക്യാമറയും കൊണ്ടുവന്നിരുന്നു. അപ്പോൾ മനോരമയിലുണ്ടായിരുന്ന PJ ചെറിയാൻ്റെ സുഹൃത്താണ്. അപ്പോൾ അച്ഛൻ വഴി സംസാരിച്ചിട്ട് പറഞ്ഞു, EMS ജീവിച്ചിരിക്കുന്ന കാലമാണ്, അദ്ദേഹം തിരുവനന്തപുരത്ത് ജീവിച്ചിരിപ്പുണ്ട്, അദ്ദേഹത്തിന് ഒരു ഇൻ്റർവ്യൂ എടുക്കണം എന്ന് പറഞ്ഞ് എന്നോട് പറഞ്ഞു. അങ്ങനെയാണ് ആദ്യത്തെ ഒരു ബ്രോഡ്കാസ്റ്റ് ക്വാളിറ്റിയുള്ളൊരു ഇൻ്റർവ്യൂ തുടങ്ങുന്നത്. അതൊക്കെ ഈ സ്വകാര്യ ചാനലുകളെല്ലാം വരുന്നതിന് മുമ്പാണ്. അതിനു മുമ്പാണ് ദൂരദർശനിൽ ഞാൻ വിപണി എന്നുള്ളൊരു പ്രോഗ്രാം 92-ൽ 10 വർഷം നിരന്തരമായി ആങ്കർ ചെയ്തിരുന്നൊരു പ്രോഗ്രാം വരുന്നതൊക്കെ. അപ്പോൾ ചാനലുകൾ വരുന്നതിന് മുമ്പേ അതിൻ്റെ ഒരു സാധ്യതകൾ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ച് രംഗത്തേക്ക് വന്ന ഒരു വ്യക്തി എന്ന നിലയിലാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. അതിനുശേഷം വന്നതെല്ലാം ചരിത്രത്തിൻ്റെ ഭാഗമാണ്. മലയാള ചാനലുകൾ വരികയും ടെലിവിഷൻ വാർത്തകൾക്ക് അതുവരെ ഉണ്ടായിരുന്ന ദൂരദർശനും ആകാശവാണിക്കുമൊക്കെ ഉണ്ടായിരുന്ന ആ കുത്തക അവകാശം മാറ്റിമറിച്ച് വാർത്തകൾക്ക് വൈവിധ്യവും കുറേ കൂടി സ്വാതന്ത്ര്യവും ഗവൺമെൻറ് ഇതര വാർത്തകൾ വരാൻ സഹായിച്ചത് ഏഷ്യാനെറ്റിൻ്റെ വരവോടുകൂടിയാണ്. 95-ൽ അന്ന് വലിയൊരു സന്നാഹമായിരുന്നു ഏഷ്യാനെറ്റിൻ്റെ പുറകിലുണ്ടായിരുന്നത്. ഞാനിപ്പോഴും ഓർക്കുന്നു, മുദ്ര കമ്മ്യൂണിക്കേഷൻസ് ഏഷ്യാനെറ്റിന് വേണ്ടി ഏഷ്യാനെറ്റ് വാർത്ത വരുന്നു എന്ന് പറഞ്ഞ് പത്രങ്ങളുടെ 1-ാം പേജിൽ കൊടുത്ത ആ ഒരു പരസ്യം ഞാനിപ്പോഴും ഓർക്കുകയാണ്. വലിയൊരു പ്രതീക്ഷയോടുകൂടിയാണ്. കാരണം മനം മടിപ്പിക്കുന്ന അക്കാലത്തെ ദൂരദർശൻ വാർത്തകളിൽ നിന്ന് വലിയൊരു മോചനം. അന്ന് ഷാജിയൻ കരുൺ, ശശികുമാർ, ചിന്തരവി, അതുപോലെ ഒരു ഒട്ടനവധി പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ ഒരു സിനിമയുടെ ഫോർമാറ്റിലായിരുന്നു അന്ന് ഏഷ്യാനെറ്റിനെ കുറിച്ച് അന്ന് അവർ വിഭാവനം ചെയ്തിരുന്നു പോലും.
അങ്ങനെ പ്രതീക്ഷയോടുകൂടി തുടങ്ങിയ സ്വകാര്യ ചാനലുകളാണ് ഇന്ന് എണ്ണത്തിൽ എത്രയോ ചാനലുകളായി. ഒരു ചാനലിൽ തന്നെ മറ്റു പല സ്പെഷ്യലൈസേഷൻസ് ഉള്ള ചാനലുകളൊക്കെയായി. ഇന്ന് കേരളത്തിൻ്റെ എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രിയുടെ ഒരു വലിയ നിലനിൽപ്പ് ടെലിവിഷൻ ചാനലുകളുമായിട്ടായിരുന്നു. ഗോപീഷ് ഇവിടെയുണ്ട്, ജീവൻ ടി വിയിൽ എൻ്റെ കൊളീഗായിരുന്നു. ജീവൻ ടി വിയുടെ ഫൗണ്ടർ എഡിറ്ററായിരുന്നു ഞാൻ 2000. ആദ്യമായിട്ട് സിനിമ പ്രൊമോട്ട് ചെയ്യുന്നൊരു പ്രോഗ്രാം ജീവൻ ടി വിയാണ് തുടങ്ങിയത്. ദിലീപിൻ്റെ ഒരു ഫിലിമായിരുന്നു അന്ന് പ്രൊമോട്ട് ചെയ്യാനായിട്ട് വന്നത്. അന്ന് ഒരുപാട് ആക്ഷേപം കേട്ടതാണ് സിനിമ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാം ഒന്ന് കൊണ്ടുവന്നതിൽ. അപ്പോൾ ഇങ്ങനെയൊക്കെ മാറ്റങ്ങൾക്ക് വിധേയമായി പുതിയ പുതിയ പരീക്ഷണങ്ങളായി. അപ്പോൾ അന്ന് നിങ്ങൾക്ക് വെറുതെ സാങ്കേതികത്വത്തിന് വേണ്ടി പറയുന്നതാണ്, 2 ടെക്നോളജി ഉണ്ടെന്ന് നിങ്ങൾക്കറിയാമല്ലോ, അനലോഗ് ടെക്നോളജിയും ഡിജിറ്റൽ ടെക്നോളജിയും. അപ്പോൾ ഈ അനലോഗ് ടെക്നോളജിയിൽ നിന്ന് ഡിജിറ്റലിലേക്ക് മാറിയിട്ടാണ് ഇന്ന് എല്ലാ ചാനലുകളും. അപ്പോൾ ഈ മാറ്റവും എല്ലാം വലിയ ദുഷ്കരമായിരുന്നു. നിങ്ങൾ കാണുന്ന പോലെയുള്ള സൗകര്യങ്ങളില്ലാത്തൊരു കാലത്ത് ലൈവ് ടെലികാസ്റ്റ് ഇന്ന് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും, ഒരു ബാക്ക് പാക്കും വെച്ച് സ്കൂട്ടറിൽ പോയിട്ട് അല്ലെങ്കിൽ ബൈക്കിൽ പോയിട്ട് ലൈവ് എടുത്തുകൊണ്ട് വരുന്നത്. മറ്റത് സാധിക്കില്ലായിരുന്നു. അപ്പോൾ അപ്പ് ലിങ്ക് ചെയ്യണം, ഡൗൺ ലിങ്ക് ചെയ്യണം, 100 പ്രശ്നങ്ങൾ. ഇതെല്ലാം കടന്ന് ഇപ്പോൾ ഈ 30 വർഷം കൊണ്ട് സ്വകാര്യ ചാനലുകൾ ഒരു പക്വതയിൽ എത്തി നിൽക്കുന്ന സമയത്താണ് അടുത്തൊരു പ്രഹരം എന്ന നിലയിൽ വരുമാനത്തിൻ്റെ കാര്യത്തിലൊക്കെ ബുദ്ധിമുട്ടുകൾ നേരിട്ടുകൊണ്ട് അടുത്തൊരു ഒരു 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 ബുദ്ധിമുട്ടുള്ള കാലത്തേക്ക് കടന്നു പോകുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചും മലയാള ചാനലുകൾ വന്ന ശേഷം വാർത്തയുടെ അവതരണത്തിലും കെട്ടിലും മട്ടിലും അതിൻ്റെ സ്വാതന്ത്ര്യത്തിലൊക്കെ ഉണ്ടായ മാറ്റങ്ങളെക്കുറിച്ചുമൊക്കെ സംസാരിക്കാനായിട്ട് ഞാൻ പാനലിസ്റ്റുകൾ ക്ഷണിക്കുകയാണ്. ആദ്യമായിട്ട് നമുക്ക് പ്രമോദ് രാമനിലേക്ക് തുടങ്ങാം. Good afternoon. Thank you, Babu sir. ഞാൻ പറഞ്ഞു തുടങ്ങേണ്ടത് ഇപ്പോൾ സാറ് പറഞ്ഞു തുടങ്ങി, അതിൻ്റെ ഒരു തുടർച്ചയായിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ എന്ന നിലയിൽ പറയാനുള്ളത്. ഇപ്പോൾ 1995 ഈ പിന്നെ സെപ്റ്റംബർ 30 ആദ്യത്തെ സ്വകാര്യ ചാനൽ വാർത്താ ബുള്ളറ്റിൻ ഉണ്ടാവുന്നത്. അത് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ ആയിരുന്നു. അത് അങ്ങനെ വരാനുള്ളൊരു കാരണമെന്ന് പറയുന്നത്, ഇപ്പോൾ അതിന് മുമ്പുള്ള കാലഘട്ടത്തിൽ ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ ചില വീഡിയോ മാഗസിൻസ് പോലെ ഇപ്പോൾ PTI ടെലിവിഷനിലാണ് കുറേ വീഡിയോ മാഗസിൻസ് വന്നിരുന്നത്. അത് ശശികുമാർ സാറ് അതിൻ്റെ ഭാഗമായിരുന്നു. അപ്പോൾ ആ കാലഘട്ടത്തിലൊക്കെ അതുപോലെ തന്നെ പ്രണയ് റോയുടെ പിന്നെ കമ്പനി, അതെ, കുറേ പിന്നെ പ്രോഗ്രാമുകൾ അങ്ങനെ ചെയ്തിരുന്നു. അപ്പോൾ അതുപോലെ റെക്കോർഡഡ് ആയിട്ടുള്ള പ്രോഗ്രാംസ് ധാരാളം ദൂരദർശൻ വഴിയും അല്ലാതെയും ഒക്കെ വന്നിരുന്നു. ചില ടെലിവിഷൻ സ്വകാര്യ ചാനലുകൾ വഴിയും അത് വന്നിരുന്നു. സി ന്യൂസിനകത്ത് വാർത്തയുണ്ടായിരുന്നു. പക്ഷേ ആ വാർത്ത എന്ന് പറയുന്നത് ഇവിടെ നിന്ന് റെക്കോർഡ് ചെയ്തിട്ട് ഹോങ്കോങ്ങിലേക്ക് അപ്ലിങ്ക് ചെയ്ത് ഹോങ്കോങ്ങിൽ ഡൗൺലിങ്ക് ചെയ്ത് വീണ്ടും അവിടുന്ന് അപ്ലിങ്ക് ചെയ്ത് ഇങ്ങോട്ട് എത്തിക്കുന്ന ഒരു പരിപാടിയാണ്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തിനാണ് ഇത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന്. സത്യത്തിൽ അന്ന് നമ്മൾ ഈ 95 മുമ്പ് ഇത് തുടങ്ങുന്ന കാലഘട്ടത്തിലൊന്നും 2000 വരെയുള്ള സമയത്തൊന്നും ഇന്ത്യയിൽ നിന്ന് നമുക്ക് ലൈവായിട്ട് സിഗ്നൽസ് അപ്ലിങ്ക് ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ടായിരുന്നില്ല. മാധ്യമരംഗത്ത് സ്വകാര്യ പിന്നെ നിക്ഷേപം അനുവദിച്ചിരുന്നില്ല ആ ഘട്ടത്തിൽ ഈ ലൈവ് ടെലികാസ്റ്റിൽ. അപ്പോൾ അത് കാരണം ഒരു പ്രശ്നം ഉണ്ടായതെന്ന് വെച്ചാൽ, നമ്മൾ തത്സമയ സംപ്രേഷണം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്തേക്ക് പോകണം, ഇന്ത്യയിൽ നിന്ന് പറ്റില്ല. വാസ്തവത്തിൽ അന്ന് ശശികുമാർ എടുത്തൊരു വലിയ വളരെ ബോൾഡായിട്ടുള്ളൊരു ഡിസിഷനാണ് യഥാർത്ഥത്തിൽ ഈ നിലയിലേക്ക് ഈ വിപ്ലവം എത്തിച്ചതെന്ന് ഞാൻ വേണമെങ്കിൽ പറയും. കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ സി ന്യൂസ് ചെയ്തതുപോലെയോ പിന്നീട് സൂര്യ ന്യൂസൊക്കെ ചെയ്തതുപോലെയോ ഇവിടെ ഇരുന്ന് വാർത്തകൾ വായിച്ച് അത് റെക്കോർഡ് ചെയ്ത് അത് അപ്ലിങ്ക് ചെയ്ത് പിന്നെ തിരിച്ച് ഇവിടെ എത്തുന്ന രീതിയിലൊക്കെ വേണമെങ്കിൽ ചെയ്യാമായിരുന്നു. അങ്ങനെ ചെയ്താൽ നമ്മളൊരു വാർത്ത എന്ന നിലയിൽ നമ്മൾ ജനങ്ങളോട് നീതി ചെയ്യില്ല എന്നൊരു വിശ്വാസക്കാരനായിരുന്നു ശശികുമാർ സാർ. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വാർത്ത എന്ന് പറയുന്നത് ലൈവാണ്, അതൊരിക്കലും റെക്കോർഡഡ് അല്ല എന്നൊരു കൺസെപ്റ്റാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ലൈവ് തന്നെ ചെയ്യണമെന്നുള്ളൊരു നിർബന്ധമായിരുന്നു അക്കാലത്ത്.
അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട 3-4 പേരെ, ടെക്നീഷ്യൻസ് ഉൾപ്പെടെ ഒരു 4 പേരെ ഫിലിപ്പീൻസിലേക്ക് അയക്കുന്നതും അവിടുത്തെ ഒരു സായിപ്പിൻ്റെ സ്റ്റുഡിയോയിൽ, സ്വകാര്യ സ്റ്റുഡിയോയിൽ ഇരുന്ന് വാർത്ത അവതരിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ആദ്യത്തെ വാർത്ത നമ്മൾ പറയുമ്പോൾ നമുക്ക് ആദ്യത്തെ വാർത്ത കേരളത്തിലെ വാർത്ത അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഉണ്ടായ ആദ്യത്തെ സ്വകാര്യ വാർത്ത എന്നൊക്കെ പറയാമെങ്കിലും യഥാർത്ഥത്തിൽ അത് അവതരിപ്പിച്ചത് ഫിലിപ്പീൻസിൽ ഇരുന്നിട്ടാണ്. അതാണ് അതിൻ്റെ പ്രത്യേകത. അത് നിങ്ങൾ ഒരുപക്ഷെ ഇതിൻ്റെയൊക്കെ ഹിസ്റ്ററിയൊക്കെ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുപക്ഷെ അതും കൂടി വരുമായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എനിവേ അത് ഒരുപാട് അതുകൊണ്ട് അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. കാരണം വെച്ചാൽ അതൊരു പിന്നെ മൊത്തത്തിലൊരു തന്തവൈഭാഗം, അത് വേണ്ട, നമുക്ക് അത് വിട്ടേക്കാം. അപ്പോൾ പക്ഷേ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അതിന് ശേഷമുള്ള ഒരു 10 വർഷം നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ 2005 വരെയൊക്കെയുള്ള പീരീഡിൽ അങ്ങനെ വലിയൊരു കുതിച്ചുചാട്ടം ഈ മേഖലയിൽ ഉണ്ടായി എന്ന് പറയാൻ പറ്റില്ല. ചാനലുകൾ കൂടുതൽ വന്നിരുന്നു. ഇപ്പോൾ കൈരളി വന്നു, പിന്നെ അമൃത അതിനിടയിൽ വന്നിരുന്നു. 2004 പിന്നെ 2002 ഇന്ത്യ വിഷനും വരുന്നു. അപ്പോൾ ആ നിലക്ക് നോക്കിക്കഴിഞ്ഞാൽ കൂടുതൽ ചാനലുകളുടെ ഒക്കെ പ്രവേശനം ചെയ്തു. പക്ഷേ ഈ മുഴുവൻ സമയ വാർത്താ ചാനൽ എന്ന സങ്കല്പത്തിലേക്ക് അപ്പോഴും വന്നിരുന്നില്ല. അപ്പോഴും വാർത്തകൾ മറ്റ് സാധാരണ ചാനലിൽ തന്നെ നിശ്ചിത സമയങ്ങളിൽ വാർത്ത എന്നുള്ള ഒരു പഴയ ഒരു കൺവെൻഷനൽ രീതിയിലാണ്, അത് ദൂരദർശൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ട് നമ്മൾ കണ്ടിരുന്ന ഒരു രീതിയിലായിരുന്നു അപ്പോഴും ഉണ്ടായിരുന്നത്. പക്ഷേ ഈ 2002-2004 ആ കാലഘട്ടമാകുമ്പോഴേക്കും ഇന്ത്യ വിഷൻ്റെ പിറവിയാണ് യഥാർത്ഥത്തിൽ ഈ തത്സമയ വാർത്ത പിന്നെ മുഴുവൻ നേരവും 24/7 എന്ന നിലയിലേക്ക് പോകാൻ കാരണമായത്. അങ്ങനെ പോയതോടുകൂടിയാണ് യഥാർത്ഥത്തിൽ ഈ വാർത്തയുടെ സ്വഭാവം മാറുകയും വാർത്ത ഒരു എന്താ പറയുക, നമ്മുടെ കയ്യിൽ പിടിച്ചാൽ കിട്ടാത്ത വിധത്തിൽ ഇതങ്ങ് കുതിച്ചു ചാട്ടം നടത്തുകയും ഒക്കെ ചെയ്തത്. അത് പിന്നീട് ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ നമ്മുടെ ഈ സാങ്കേതിക വിദ്യയുടെ കുതിച്ചുചാട്ടവും ഇതിന് സമാന്തരമായിട്ടാണ് ഉണ്ടായത്. ഇപ്പം ഇൻ്റർനെറ്റിൻ്റെ വ്യാപനം, ഇൻ്റർനെറ്റ് വികസിച്ചു വരികയും ഇൻ്റർനെറ്റ് ഒരു പ്രധാനപ്പെട്ട സാങ്കേതിക ഈ നമ്മുടെ കണക്ടിവിറ്റിയുടെ ഒരു പ്രധാനപ്പെട്ട പിന്നെ മാർഗമായി മാറുകയൊക്കെ ചെയ്തതിന് ശേഷമാണ് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ വിഷ്വലുകൾ കൈമാറാനും പിന്നെ ഒക്കെയുള്ള സാധ്യതകൾ തെളിഞ്ഞത്. അത് വളരെ എളുപ്പമായി കഴിഞ്ഞു. ഇപ്പോൾ ലൈവ് ചെയ്യുക എന്ന് പറഞ്ഞ അക്കാലത്ത് OB-WAN എന്ന് പറയുന്ന ഒരു വലിയ സംവിധാനമായിരുന്നു. വലിയൊരു, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, വലിയൊരു പിന്നെ ഡിഷ് ആൻറ്റിനയൊക്കെ ആയിട്ട് ഉള്ളൊരു സംഗതി. അപ്പോൾ ആ OB-WAN ഒക്കെ ഉപയോഗിച്ച് വേണം അപ്പോഴും ലൈവ് ചെയ്യാൻ. പക്ഷേ എന്നാൽ തന്നെ അതൊരു 3-4 ഒക്കെ വാടകയ്ക്ക് വാങ്ങിയിട്ടൊക്കെയാണ് അന്ന് ഇന്ത്യ വിഷൻ ആ പരിപാടി സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയത്. അപ്പോൾ ഈ ലൈവ് തുടങ്ങിയതോടുകൂടി, ഈ ലൈവ് മുമ്പൊക്കെ വാർത്ത അവതരണം മാത്രമായിരുന്നു ലൈവ്, പിന്നീട് റിപ്പോർട്ടിങ്ങും കൂടി ലൈവ് ആയതോടുകൂടിയാണ് യഥാർത്ഥത്തിൽ ഇതിൽ വലിയ ചലനങ്ങൾ ആരംഭിച്ചത്. അപ്പോൾ അത് ഏതാണ്ട് 2002-2004 ഇടയിലായിരുന്നു. 2005-2006 ഒക്കെ ആ പീരീഡായിരുന്നു. അപ്പോഴേക്കും മനോരമ രംഗപ്രവേശനം ചെയ്യുന്നു. മനോരമയും കൂടി ആയപ്പോൾ അത് സാങ്കേതികമായിട്ട് കുറേ കൂടി മുന്നോട്ട് പോകുന്ന നിലയിലേക്ക്. അപ്പോൾ അതിന് ശേഷമുള്ള ആ പീരീഡിന് ശേഷമുള്ള ഒരു 10 വർഷം നിങ്ങൾ നോക്കുകയാണെങ്കിൽ അതിന് തൊട്ട് മുമ്പുണ്ടായിരുന്ന 10 വർഷത്തിൽ കണ്ടതിൻ്റെ ഒരു 10 മടങ്ങ് മുന്നേറ്റം ചാനലുകൾക്കുണ്ടായി. അത് സാങ്കേതികമായ വികാസത്തിൻ്റെ കൂടി ഭാഗമായിരുന്നു. അതോടൊപ്പം തന്നെ അതിനുശേഷമുള്ള 2015 ശേഷം ഈ 25 നമ്മളിപ്പോൾ എത്തി നിൽക്കുന്ന സമയം നോക്കിക്കഴിഞ്ഞാൽ വീണ്ടും അതിൻ്റെ പിന്നെ 10 മടങ്ങ് വേഗത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോയി എന്നുള്ളതാണ്. അപ്പം ഞങ്ങളൊക്കെ തുടക്കത്തിൽ ചെയ്തിരുന്ന വാർത്ത എന്ന് പറയുന്നത് ഇപ്പോൾ എടുത്തു നോക്കുകയാണെങ്കിൽ വളരെ പ്രിമിറ്റീവായിട്ടുള്ള എന്തോ ഒരു സംഭവമായിട്ടാണ് നമുക്കിപ്പോൾ തോന്നുന്നത്. കാരണം വാർത്ത ഇന്ന് നമ്മൾ കാണുന്ന വാർത്തയുടെ ഏത് പിന്നെ മാനദണ്ഡം വെച്ച് നോക്കിക്കഴിഞ്ഞാലും ഒരു വാർത്തയാണെന്ന് നമുക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള സംഗതികളായിരുന്നു. കാരണം ദൃശ്യങ്ങളേ ഇല്ല, ദൃശ്യങ്ങൾ കിട്ടുകയായിരുന്നില്ല. കാരണം തിരുവനന്തപുരത്ത് നിന്ന് ദൃശ്യങ്ങൾ ഷൂട്ട് ചെയ്തെടുത്ത് ടേപ്പിലാക്കി ചെന്നൈക്ക് അയച്ച്, ഫ്ലൈറ്റിൽ ചെന്നൈക്ക് അയച്ച്, അവിടുന്ന് ഫ്ലൈറ്റിൽ പിന്നെ സിംഗപ്പൂരിൽ അയച്ച്, സിംഗപ്പൂരിൽ നിന്ന് ഫ്ലൈറ്റ് വീണ്ടും ഫിലിപ്പീൻസിലേക്ക് വന്ന് അവിടുന്ന് സുബിക് ബേയിൽ എത്തിയിട്ട് വേണം ഒരു വിഷ്വൽ നമ്മൾ കാണിക്കാൻ. സോ കേരളത്തിലെ ദൃശ്യങ്ങൾ നമ്മൾ കിട്ടുന്നത് വെച്ചാൽ വളരെ അപൂർവമായിട്ടായിരിക്കും ആ സമയത്ത്. മറിച്ച് റോയിറ്റേഴ്സ് പോലുള്ള ഏജൻസികൾ വഴി ഈ ലോക വാർത്തകളുടെയൊക്കെ കുറേ ദൃശ്യങ്ങൾ നമുക്ക് കിട്ടുമായിരുന്നു. അതാണ് അന്ന് സംഭവിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതിനു മുമ്പാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ബാബു സാർ പറഞ്ഞ ഈ ഒരു സംഗതി പ്രക്രിയ ഇവിടെ നടന്നത്. കണ്ണാടിയൊക്കെ അതിന് മുമ്പേ ഉണ്ടായിരുന്നു. നമ്മളിവിടെ തന്നെ ഷൂട്ട് ചെയ്തിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്ത് കൊടുക്കാവുന്ന സംവിധാനങ്ങൾ അതിന് മുമ്പേ ഉണ്ടായിരുന്നു. ഞാൻ പറയുന്നത് ഇതിൻ്റെ ഒരു ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ സാങ്കേതിക വിപ്ലവത്തിനനുസരിച്ചാണ് നമ്മുടെ വാർത്താ വിപ്ലവം പുരോഗമിച്ചത് എന്ന് കാണേണ്ടി വരും. അപ്പോൾ അതൊരു വശത്ത് നിൽക്കെ തന്നെ മറ്റൊരു വശത്താണ് ഇതുമായി ബന്ധപ്പെട്ട ഈ സെൻസിബിലിറ്റിയുടെ ഒരു മാറ്റവും തുടങ്ങിയത്. നിങ്ങളിപ്പോൾ സമ്പൂർണ്ണ വാർത്താ ചാനൽ എന്ന് പറഞ്ഞ് തുടങ്ങുന്ന സമയത്ത് പിന്നെ നികേഷ് ആയിരുന്നു പിന്നെ ഇതിൻ്റെ എഡിറ്റർ.
ഇന്ത്യ വിഷൻ്റെ എഡിറ്ററായിട്ട് നികേഷാണ് ഉള്ളത്. അതുവരെ ഏഷ്യാനെറ്റിൽ ഞങ്ങളുടെയൊക്കെ കൊളീഗായിരുന്നു. അത് കഴിഞ്ഞ് ഇന്ത്യ വിഷൻ്റെ എഡിറ്ററായിട്ട് ചുമതല ഏറ്റെടുത്തു. അപ്പോൾ ധാരാളം ആളുകൾ നികേഷിനോട് ചോദിച്ച ഒരു കാര്യമുണ്ട്, ഈ കേരളത്തിൽ, ഈ കൊച്ചു കേരളത്തിൽ എങ്ങനെയാണ് 24 മണിക്കൂറും വാർത്ത നിങ്ങൾ കൊടുക്കുക, എന്ത് വാർത്തയായി കൊടുക്കാൻ പോകുന്നത് എന്നൊക്കെ രീതിയിൽ. കാരണം ഈ പത്രങ്ങളായാലും അതുവരെയുള്ള ടെലിവിഷൻ ചാനലുകളായാലും കണ്ടാലും ഒന്നും നമുക്ക് ഇത്രയധികം വാർത്തകൾ കേരളത്തിൽ ഉണ്ട് എന്ന് നമുക്ക് തോന്നില്ലായിരുന്നു. കാരണം നമ്മൾ കാണുന്നതൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ഇന്ന് വാർത്തയായി കാണുന്ന സാധനങ്ങൾ അന്ന് വാർത്തയായിരുന്നില്ല. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഇന്ന് നമ്മൾ വാർത്ത എന്നുള്ള നിലയിൽ കാണുന്ന സർവ്വ സാധനങ്ങളും ഇപ്പോൾ ഒന്നും വാർത്തയല്ലാതല്ല ഇല്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത്രയധികം അത് ഡൈവേഴ്സിഫൈഡ് ആണ്, അത്രയധികം എന്താ പറയുക, ലോക്കലൈസ്ഡ് ആണ്, സൂപ്പർ ലോക്കൽ എന്ന് പറയാവുന്ന തരത്തിലേക്ക് അത് പോയിട്ടുണ്ട്. ഇതെല്ലാം ഉള്ള ഈ പീരീഡും അന്നത്തെ കാലഘട്ടവും തമ്മിൽ ഭയങ്കര വ്യത്യാസമാണ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ ഒരു 10-20 വർഷത്തിൻ്റെ ഈ ഗ്യാപ്പിനിടയിൽ കൂടിയാണ് ഇതൊരു വലിയ മാറ്റത്തിലേക്ക് വന്നു പെട്ടത് എന്നതാണ് എനിക്ക് പറയാനുള്ളത്. അത് അതിൻ്റെ ഭാഗമായി നിൽക്കാൻ കഴിഞ്ഞു ഈ 2-3 പതിറ്റാണ്ടുകളിലൂടെ എന്ന് വേണമെങ്കിൽ പറയാം. അതിൽ ഇന്ന് കാണുന്ന കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് അടുത്തൊരു റൗണ്ടിലേക്ക് വരാമെന്ന് തോന്നുന്നു. ആരാ പറയുന്നത്? ഗോപിയാണോ? ഞാൻ വ്യക്തിപരമായിട്ട് 1-2 കാര്യങ്ങൾ പറഞ്ഞിട്ട് ഈ ചർച്ചയിലേക്ക് വരാം. ഒന്ന്, ഞാൻ ആദ്യമായിട്ടൊരു ടെലിവിഷൻ വാർത്ത വളരെ കൗതുകത്തോടു കൂടിയും വിജ്ഞാനപ്രദം എന്ന നിലയിലും കാണുന്നത് പ്രമോദേട്ടൻ വായിക്കുന്ന വാർത്തയാണ്. ബാബു സാർ നേരത്തെ പറഞ്ഞു ജീവൻ ടി വിയിൽ കൊളീഗായിരുന്നു അന്നത്തെ. ബാബു സാറിൻ്റെ വലിയ മനസ്സ്. ഞാനൊരു ട്രെയിനി ആയിരുന്നു. അദ്ദേഹം ഞങ്ങളൊക്കെ എത്തിപ്പെടാൻ കഴിയാത്ത അത്രയും ഉയരത്തിലുള്ളൊരു പദവിയിൽ, ഞാൻ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തെ അല്ല, പദവിയിലിരിക്കുന്ന ആളുമായിരുന്നു. ഈ ചർച്ചയിലേക്ക് നമ്മൾ കടക്കുമ്പോൾ നമ്മൾ കുട്ടിക്കാലത്ത് സിനിമകൾ കാണുന്ന സമയത്ത് എൻ്റെ അമ്മയും അച്ഛനും പറയും, പ്രേം നസീറിൻ്റെയും സത്യൻ സാറിൻ്റെയും മധു സാറും ഒക്കെ അഭിനയിച്ച സിനിമയായിരുന്നു സിനിമ, അന്നത്തെ പാട്ടുകൾ, അന്നത്തെ സിനിമ എന്ന് പറയും. അപ്പം നമ്മളന്ന് മമ്മൂട്ടി, മോഹൻലാൽ എന്ന് പറഞ്ഞ് നടക്കണം. ഇന്ന് എൻ്റെ 15 വയസ്സുള്ള മകൻ പറയും, മമ്മൂട്ടി മോഹൻലാലൊക്കെ എന്താണ് അച്ഛാ, ഈ മാർക്കോ കാണണം, ഇപ്പോൾ ടൊവിനോയുടെ അഭിനയം കാണണം, ഇതാണ്. അപ്പോൾ കാലം അങ്ങനെയാണ്. കാലം അങ്ങനെ പോവുകയും പുറകിലേക്ക് പോയ കാര്യങ്ങളൊക്കെ ഇപ്പോൾ നമ്മൾ അനുഭവിച്ച നമ്മുടെ നല്ല കാലത്ത് അല്ലെങ്കിൽ നല്ല പ്രായത്തിൽ നമ്മൾ കണ്ടതും കേട്ടതും അനുഭവിച്ചതും അറിഞ്ഞതുമായ കാര്യങ്ങൾ അതൊരു നിത്യഹരിതമായി, എവർഗ്രീനായി നമ്മുടെ മനസ്സിലുണ്ടാവുകയും ചെയ്യും. ദൃശ്യങ്ങൾക്ക് എപ്പോഴും അങ്ങനെ അതിൻ്റെ ഒരു ചാരുത എപ്പോഴും നമ്മുടെ ഒരു യുവത്വവും നമ്മുടെ ഒരു സംവേദനത്വവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഞാനത് പറയാൻ കാരണം, നമ്മൾ ഏറ്റവും സ്വതന്ത്രമായി നിൽക്കുകയും നമ്മുടെ ഭാവനയും നമ്മുടെ പ്രായവും ഒക്കെ ഏറ്റവും സുന്ദരമായി ഇരിക്കുന്ന സമയത്തുണ്ടാകുന്ന അനുഭവങ്ങളെ എപ്പോഴും നമ്മുടെ ഓർമ്മകളിൽ, ആ അനുഭവങ്ങളുടെ ഓർമ്മകൾ എപ്പോഴും ഒരു നിത്യഹരിതമായിരിക്കും. ഇപ്പോൾ പ്രമോദേട്ടൻ ആദ്യത്തെ വാർത്താ ചാനൽ, സ്വകാര്യ വാർത്താ ചാനൽ വന്നതും അതിൻ്റെ സാങ്കേതികത്വവും ഒക്കെ പറഞ്ഞു. നമ്മളിപ്പോഴൊരു ഈ ന്യൂജൻ, നമ്മൾ പറയുന്ന നിങ്ങൾ മാപ്രകൾ എന്ന് ഞങ്ങളെ വിളിക്കുമ്പോൾ, ഞങ്ങൾ ന്യൂജൻ കുട്ടികളെ ക്ലാസ്സിൽ പഠിപ്പിക്കാൻ ഇരുത്തുമ്പോൾ അവരോട് ഒരിക്കലും ഇപ്പോൾ നമ്മൾ എടുക്കുന്ന ഈ വിഷ്വൽ എങ്ങനെയാണ് ടി വിയിൽ വരുന്നത്, എന്താണ് അതിൻ്റെ ടെക്നോളജി എന്ന് ചോദിക്കാറില്ല. കാരണം ഒരുപക്ഷെ നമ്മളെക്കാൾ നന്നായി അത് നമുക്ക് പറഞ്ഞു തരാൻ അവർക്കറിയാം. കാരണം അത്ര വലിയ പ്രോഗ്രസീവായിട്ടുള്ള ഒരു ടെക്നോളജിയിലേക്ക് അവർ കടന്നു കഴിഞ്ഞു. അപ്പോൾ ടെക്നോളജിയുടെ ഒക്കെ കാര്യത്തിൽ, അതിൻ്റെ നോളജിൻ്റെ കാര്യത്തിൽ, അതിൻ്റെ സാക്ഷരതയുടെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ തലമുറ ഒന്നുകൂടി പിന്നിലാണെന്ന് തോന്നുന്നു. അതിനിടയിൽ ഞാൻ സദസ്സിനോട് ഒരു കാര്യം പറയട്ടെ. ഈ വേദിയിൽ ഞാനിപ്പോൾ പ്രമോദേട്ടനും ബാബു സാറിനൊക്കെ വിളിക്കുന്നത് അല്ലെങ്കിൽ അഭിലാഷിനൊക്കെ പറയുമ്പോൾ ഈ വേദി ആവശ്യപ്പെടുന്ന ഒരു ഔപചാരികതയ്ക്ക് അപ്പുറത്തുള്ള ഒരു ആത്മബന്ധം ഞങ്ങൾക്ക് എല്ലാം ഇടയിലുള്ളത് കൊണ്ടാണ്. അല്ലാതെ അവരുടെ ഒരു പ്രൊഫഷണൽ കേപ്പബിലിറ്റി ഞാൻ കുറച്ച് കണ്ടതുകൊണ്ടല്ല. അത് നിങ്ങൾ അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. ഞങ്ങൾക്ക് ഇടയിൽ ആ തരത്തിലുള്ളൊരു ആത്മബന്ധവും ഇഴയടുപ്പവും ഒക്കെ ഉള്ളത് കൊണ്ടാണ് അങ്ങനെ പ്രമോദേട്ടനൊക്കെ ഞാൻ അഭിസംബോധന ചെയ്യുന്നത്. അത് തെറ്റായിട്ട് ആരും മനസ്സിലാക്കരുത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, 30 വർഷത്തെ നമ്മുടെ അനുഭവങ്ങളെക്കാൾ പ്രധാനമാണ് ഇനി അങ്ങോട്ട് എന്ത് സ്വകാര്യ വാർത്താ ചാനലുകൾക്ക് അല്ലെങ്കിൽ വാർത്താ മാധ്യമത്തിൻ്റെ ഭാവി എന്ത്. 2 കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നു. എന്താണ് വാർത്ത? ആർക്കു വേണ്ടിയാണ് വാർത്ത? പ്രമോദേട്ടൻ പറഞ്ഞു, അന്നത്തെ വാർത്തയും വാർത്താ വായനാ രീതിയും വാർത്ത സംപ്രേഷണം ചെയ്ത രീതിയും ഒക്കെ കണ്ടാൽ വളരെ പ്രിമിറ്റീവായി, വളരെ ഇമ്മച്വറായി. ഒരുപക്ഷെ ഇന്നത്തെ പല വാർത്തകളും അന്ന് വാർത്തയായി പോലും നമ്മൾ പരിഗണിക്കുമായിരുന്നില്ല എന്ന് പറഞ്ഞു. സത്യത്തിൽ ബ്രേക്കിംഗ് ന്യൂസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എപ്പോഴും കാണും ബിഗ് ബ്രേക്കിംഗ് ന്യൂസ് എന്നൊക്കെ പറഞ്ഞ് സ്ക്രീനിൽ നിങ്ങൾ വലുതായിട്ട് കാണുന്നത്. ഇപ്പോൾ ഏത് ചെറിയ സംഭവവും നമുക്ക് ബിഗ് ബ്രേക്കിംഗ് ന്യൂസാണ്. അതിനൊരു ഒറ്റ മനഃശാസ്ത്രമേ ഉള്ളൂ, നിങ്ങളുടെ അറ്റൻഷൻ, നിങ്ങളുടെ ശ്രദ്ധ പിടിച്ചു പറ്റുക.
അപ്പോൾ ഏറ്റവും കൂടുതൽ സമയം നിങ്ങളുടെ ശ്രദ്ധയെ ഒരു ടെലിവിഷൻ സ്ക്രീനിൽ പിടിച്ചു നിർത്താൻ കഴിയുന്ന ആൾ ആരാണോ അയാൾക്കാണ് ഈ ബാർക്ക് എന്ന് പറയുന്ന മീറ്ററിൽ ഏറ്റവും കൂടുതൽ റേറ്റിംഗ് ഉണ്ടാക്കാൻ കഴിയുന്നത്. അങ്ങനെ ഒരു വില കുറഞ്ഞ മത്സരത്തിലേക്ക് നമ്മുടെ ചാനലുകൾ ഇറസ്പെക്റ്റീവ് ഓഫ് ദ മാനേജ്മെൻറ്റ്, ഇറസ്പെക്റ്റീവ് ഓഫ് ദ കളേഴ്സ്, ഞാൻ പറയുന്നത് അതിനെല്ലാം മാറ്റി നിർത്തി കഴിഞ്ഞാൽ മലയാളത്തിലെ ചാനലുകൾ അങ്ങനെ ഒരു വൃത്തികെട്ട മത്സരത്തിലേക്ക് നീങ്ങിയത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ എന്താണ് വാർത്തയെന്നും ആരാണ് ഈ വാർത്ത കേൾക്കാനിരിക്കുന്നത് എന്നുമുള്ള ഒരു വലിയ ചോദ്യം നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. ഇന്നൊരു വാർത്ത തയ്യാറാക്കുമ്പോൾ, ഇന്നൊരു വാർത്ത പ്രേക്ഷകരിലേക്ക് നമ്മൾ കൊടുക്കുമ്പോൾ അത് എത്രത്തോളം ഔചിത്യത്തോടു കൂടിയാണ് അല്ലെങ്കിൽ എത്രത്തോളം ഗൗരവത്തോടു കൂടിയാണ് അത് കൈകാര്യം ചെയ്യപ്പെടേണ്ടതെന്നോ അതിൻ്റെ മൂല്യം എങ്ങനെയാണ് അളക്കേണ്ടത്, എങ്ങനെയാണ് ആ വാർത്ത അതെന്ത് ഇമ്പാക്റ്റാണ് സമൂഹത്തിലും വ്യക്തികളിലും ഉണ്ടാക്കുന്നത് എന്നുള്ള ഒരു ചിന്തയും സത്യത്തിൽ ഇന്ന് ഒരു ചാനലിൻ്റെയും എഡിറ്റോറിയൽ ബോർഡുകളിലോ ന്യൂസ് റൂമുകളിലോ ഉണ്ടാകുന്നില്ല എന്നത് സ്വയം വിമർശനപരമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. അങ്ങനെ പറയാൻ കാരണം അച്ഛൻ മകളെ ബലാത്സംഗം ചെയ്താലും സഹോദരൻ സഹോദരിയെ ബലാത്സംഗം ചെയ്താലും അമ്മയുടെ തലക്കടിച്ച് കൊലപ്പെടുത്തിയാലും അച്ഛനും അമ്മയും ഇരിക്കുന്ന വീടിന് തീയിട്ടാലും ഒരു മകൻ തീയിട്ടാലും ഒക്കെ നമ്മളെ സംബന്ധിച്ച് അതൊരു ബ്രേക്കിംഗ് ന്യൂസാണ്. അങ്ങനെ കൊടുക്കേണ്ടി വരുന്നത് സമൂഹം ആ തരത്തിൽ ഏതെങ്കിലും തരത്തിൽ മാധ്യമങ്ങൾക്ക് വളരാനോ സ്വയം ശുദ്ധീകരിക്കാനോ നല്ല നിലയിൽ അല്ലെങ്കിൽ ശരിയായ വാർത്തകൾ അവതരിപ്പിക്കാനോ ഉള്ള ഒരു സാഹചര്യവും ഈ കേരളത്തിലെ സമൂഹം നമുക്ക് മുന്നിൽ തുറന്നിടുന്നില്ല എന്നതുകൊണ്ടാണ്. ആരാണ് വാർത്ത കാണുന്നവർ? ആരാണ് ഇന്ന് ഒരു ടെലിവിഷൻ സ്ക്രീനിന് മുന്നിൽ സമയം ചിലവഴിക്കുന്നവർ? കേരളത്തിലെ കണക്കെടുത്തു കഴിഞ്ഞാൽ ഏതാണ്ട് 15 വയസ്സിനും 59 വയസ്സിനും പ്രായമുള്ള 63% നമ്മുടെ പോപ്പുലേഷൻ. 60 വയസ്സിന് മുകളിലുള്ള 13% ആളുകൾ ഇന്ന് കേരളത്തിലുണ്ട്. കേരളത്തിൽ എനിക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും, കേരളത്തിലെ ടെലിവിഷൻ വാർത്തകൾ കാണുന്നത് 50 വയസ്സ് കഴിഞ്ഞിട്ടുള്ള വീട്ടിൽ വിശ്രമ ജീവിതം നയിക്കുന്നവരിൽ ഭൂരിഭാഗം പേരുമാണ് എന്ന് എനിക്ക് തറപ്പിച്ച് പറയാൻ കഴിയും. കാരണം ഇന്നത്തെ ന്യൂജൻ, നമ്മൾ യുവതലമുറ എന്ന് പറയുന്നവർ വാർത്തയ്ക്ക് വേണ്ടി ഒരു ടെലിവിഷൻ വാർത്താ ചാനലിനെ ആശ്രയിക്കുന്നുണ്ട് എന്ന് ഞാൻ കരുതുന്നേയില്ല. കാരണം അവരുടെ കയ്യിൽ അവർ നമ്മളെക്കാൾ വെൽ ഇൻഫോംഡ് ആണ്. അവർക്ക് പുതിയ സാങ്കേതിക സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ അറിയാം. ഇതിനെല്ലാം പുറമെ ഒരു എഡിറ്ററോ അല്ലെങ്കിൽ ഒരു മാധ്യമപ്രവർത്തകനോ സൂക്ഷ്മമായി വിശകലനം ചെയ്യുന്ന യഥാർത്ഥ വസ്തുതകൾ അവതരിപ്പിക്കുന്ന ഒന്നാണ് കേരളത്തിലെ ടെലിവിഷൻ ചാനലുകൾ എന്ന ഒരു ബോധ്യവും എനിക്കില്ല. കാരണം അത് പലപ്പോഴും തെറ്റുന്നുണ്ട്, പലപ്പോഴും നമുക്ക് തിരുത്തേണ്ടി വരുന്നുണ്ട്, പലപ്പോഴും വാർത്തകൾ പിൻവലിക്കേണ്ടി വരുന്നുണ്ട്, പലപ്പോഴും ഒരേ വാർത്ത 4 ചാനലുകളിൽ 4 തരത്തിൽ സംപ്രേഷണം ചെയ്യേണ്ട സാഹചര്യം വരെ നമുക്കുണ്ടാകുന്നുണ്ട്. അപ്പോൾ പ്രേക്ഷകനെ സംബന്ധിച്ച് ഒരു ശരിയായ വസ്തുത കിട്ടാനുള്ള യഥാർത്ഥ സോഴ്സ് ഏതാണ് എന്ന് കണ്ടെത്താൻ കഴിയാത്ത ഒരു ദുരവസ്ഥ നമുക്കുണ്ട്. മാധ്യമങ്ങളിന്മേലുള്ള സമൂഹത്തിൻ്റെ വിശ്വാസ്യത, അവരുടെ ട്രസ്റ്റ് എന്ന് പറയുന്നത് അത് വളരെ വലിയ തോതിൽ കുറഞ്ഞു വരുന്നു. അതിൽ മാധ്യമങ്ങൾ മാത്രമല്ല കുറ്റക്കാർ. കാരണം കേരളത്തിൽ എന്ത് പ്രശ്നമുണ്ടെങ്കിലും അത് ആത്യന്തികമായിട്ട് മാധ്യമങ്ങളുടേതാണ് എന്ന ബോധപൂർവം ഒരു നെറേറ്റീവ് ഉണ്ടാക്കാനുള്ള ശ്രമം കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കൾ, കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ നടത്തുന്നുണ്ട്. സമൂഹ മാധ്യമങ്ങൾ വന്നതോടുകൂടി ഇപ്പോൾ എനിബഡി ക്യാൻ ബി എ ബ്രോഡ്കാസ്റ്റർ. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു വിഷ്വൽ എടുത്തിട്ട് നിങ്ങൾക്ക് ബ്രോഡ്കാസ്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് ആധികാരികമായി നിന്നിട്ട് കുറേ കാര്യങ്ങൾ പറയാം. അതിനും കിട്ടും നിങ്ങൾക്ക് കുറേ ലൈക്സ്, അതിനും വരും നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ കുറേ ആളുകൾ നിങ്ങളെ പ്രകീർത്തിക്കാൻ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, ഞാനും ഒരു മാധ്യമ പ്രവർത്തകനായി, ഞാനും വാർത്തകളൊക്കെ പറയാറായി, എൻ്റെ അഭിപ്രായങ്ങളും എൻ്റെ നിരീക്ഷണങ്ങളും ഒക്കെ വിലയുണ്ടെന്ന്. അപ്പോൾ എല്ലാവർക്കും എന്തും ചെയ്യാം എന്ന് പറയുന്ന ഒരു സമൂഹത്തിൽ യഥാർത്ഥ വസ്തുതകൾ മാധ്യമങ്ങളിലൂടെ പുറത്തു വരണം എന്ന് ശാഠ്യം പിടിക്കാൻ സമൂഹത്തിന് അവകാശമില്ലാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ മാറി മറിയുകയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് മാധ്യമങ്ങൾ ഒരു പുനർവിചിന്തനം നടത്തണം. ഏത് സമൂഹത്തെയാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നത്? ഏത് സാമൂഹിക അവസ്ഥയിൽ നിൽക്കുന്ന ആളുകൾ? ഇപ്പോൾ ഒറ്റ ഉദാഹരണം പറയാം. പൊതു താല്പര്യം എന്ന് നമ്മൾ പറയുന്നത് സോ കോൾഡ് പബ്ലിക് ഇൻട്രസ്റ്റ്. എന്താണ് പൊതു താല്പര്യം? ഇന്ന് മനുഷ്യനും വന്യജീവികളും തമ്മിലുണ്ടാകുന്ന ഏറ്റുമുട്ടലിൽ മരണമടയുന്ന ആളുകളുടെ ഒരു വാർത്ത എത്രത്തോളം നഗരത്തിലിരിക്കുന്ന ഒരാൾ അതിൻ്റെ കേവലമായ കൗതുകത്തിനപ്പുറത്ത്, അതിൻ്റെ ഒരു അഡ്വഞ്ചർ ഒരു സീൻ എന്നതിനപ്പുറത്ത് കാണുന്നുണ്ട്. എത്രത്തോളം കേരളത്തിലെ സാമ്പത്തിക ദുസ്ഥിതിയെപ്പറ്റി, അല്ലെങ്കിൽ കേരളത്തിൽ ഫിനാൻഷ്യൽ മിസ്മാനേജ്മെൻ്റ് ഉണ്ടോ, നമ്മുടെ സർക്കാർ എങ്ങനെയാണ് ഭരിക്കുന്നത്, നമ്മുടെ ഖജനാവ് എന്തുകൊണ്ട് കാലിയാകുന്നു എന്നതിനെക്കുറിച്ച് ആത്മാർത്ഥമായ ഒരു ചിന്തയോ അതിനെക്കുറിച്ചുള്ള ആകുലതയോ എത്ര പേർക്കുണ്ട്? എത്ര പേരാണ് ഒരു പട്ടിക വിഭാഗത്തിൽപ്പെട്ട, ഒരു പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ടവർക്ക് നേരെ ഉണ്ടാകുന്ന അവകാശ ധ്വംസനത്തെക്കുറിച്ച് കേരളത്തിൽ ഏത് പൊതുസമൂഹമാണ് ചർച്ച ചെയ്യുന്നത്? എന്തുകൊണ്ടാണ് ഇതൊരു ജിറിയാട്രിക് സ്റ്റേറ്റ് ആവുകയാണ് നമ്മുടെ കേരളം? അതിവേഗം വൃദ്ധകളുടെ സംസ്ഥാനമായി നമ്മുടെ കേരളം മാറുകയാണ്. ചെറുപ്പക്കാരൊക്കെ നാടുവിടുകയാണ്. എന്തുകൊണ്ടാണ് നമ്മുടെ വലിയൊരു കൺസേൺ ആയിട്ട് അത് മാറാത്തത്?
ഇന്ന് മലയാളം സംസാരിക്കുന്നത് പോലും പുറത്തു നിന്ന് വരുന്ന ബംഗാളികളാണ്. എന്തുകൊണ്ടാണ് അത് നമ്മുടെ ഒരു കൺസേണായി മാറാത്തത്? അപ്പോൾ പൊതു താല്പര്യം, നമ്മൾ പറയുന്ന പബ്ലിക് ഇൻട്രസ്റ്റ് എന്നത് പോലും നമ്മുടെ മുന്നിൽ ഇല്ലാത്ത തരത്തിൽ അത്രയും നമ്മൾ എന്താ പറയുക ചിതറിപ്പോയിരിക്കുന്നു നമ്മുടെ ആലോചനകളും നമ്മുടെ സ്വത്വവും അസ്തിത്വവും ഒക്കെ. അപ്പോൾ അതുകൊണ്ട് കേരളത്തിലെ പുതിയ കാലത്ത് കേരളത്തിലെ സ്വതന്ത്രമായ മാധ്യമപ്രവർത്തനം ഒരു വെല്ലുവിളിയാണ്. കേരളത്തിലെ യഥാർത്ഥ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്ത് മാധ്യമപ്രവർത്തനം നടത്തുക എന്നത് മറ്റൊരു വെല്ലുവിളിയാണ്. ഈ വാർത്തയൊക്കെ ആർക്ക് വേണ്ടിയാണ് ഞങ്ങൾ കാണിക്കേണ്ടതെന്നതും ഒരു വലിയ വെല്ലുവിളിയാണ്. അപ്പോൾ ഈ ഒരു ചർച്ചയ്ക്ക് തന്നെ എനിക്കറിയാം, ഇപ്പോൾ ഇതിനകത്തുള്ള സ്റ്റുഡൻസ് അടക്കമുള്ള കുറച്ച് ആളുകളാണ് ഈ ചർച്ച. എനിക്കൊന്ന് ഇതിനപ്പുറത്തേക്ക് സ്വകാര്യ ചാനലിൻ്റെ 30 വർഷം ആരെങ്കിലും എക്സൈറ്റ് ചെയ്യിക്കുന്നുണ്ടോ, ആരെങ്കിലും ഇരുത്തി ചിന്തിപ്പിക്കുന്നുണ്ടോ എന്നതുപോലും സംശയമാണ്. അപ്പോൾ ഭാവി പ്രകാശപൂരിതമാകണമെങ്കിൽ സമൂഹത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകണം. സമൂഹം മാധ്യമങ്ങളിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളിൽ മാറ്റമുണ്ടാകണം. ഒരു വലിയ സമ്മർദ്ദ ശക്തിയായി സമൂഹത്തിന് മാറാൻ കഴിയണം. ഇതാണ് തുടക്കത്തിൽ എനിക്ക് പറയാനുള്ളത്. നമുക്ക് ബാക്കി ചർച്ചയുടെ തുടർച്ചയിൽ പറയാം. ഗോപി. അഭിലാഷ് മോഹൻ. നമസ്കാരം. മലയാള വാർത്താ ടെലിവിഷൻ്റെ 30 വർഷങ്ങളുടെ അവസാനത്തെ 17 വർഷമേ ഞാനുള്ളൂ ഒരു വാർത്താ മാധ്യമപ്രവർത്തകൻ എന്നുള്ള നിലയിൽ. ബാക്കി ആദ്യത്തെ 13 വർഷം പ്രേക്ഷകൻ എന്നുള്ള നിലയിലാണ്. എൻ്റെ കുട്ടിക്കാലത്ത് അല്ലെങ്കിൽ വിദ്യാർത്ഥി കാലത്താണ് മലയാളത്തിലെ സ്വകാര്യ വാർത്താ അവതരണം ആരംഭിക്കുന്നത്. നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു കാലമേ അല്ല. കാരണം അന്ന് ഒരു ഗ്രാമത്തിൽ 2-3 വീടുകളിലെ ടെലിവിഷൻ തന്നെ ഉള്ളൂ. അപ്പോൾ ഈ പറഞ്ഞ 2-3 വീടുകളിലാണ് ആ നാട്ടിലെ മുഴുവൻ ആളുകളും, പ്രത്യേകിച്ച് ഗ്രാമ മേഖലയിൽ ടെലിവിഷൻ കാണുക. ആൻറ്റിനയൊക്കെയുള്ള ടെലിവിഷനാണ്. ചിത്രഗീതം, സീരിയൽ, ദൂരദർശനിലെ 4 മണി സിനിമ, ഇങ്ങനെയൊക്കെയുള്ള ഒരു ടെലിവിഷൻ കാലഘട്ടത്തിലാണ് 1994-95 കാലത്ത് ഏഷ്യാനെറ്റ് ആരംഭിക്കുന്നത്. അപ്പോൾ അന്ന് വരെയുള്ളത് ദൂരദർശൻ്റെ വാർത്തകളാണ്. അപ്പോൾ നമുക്ക് ഈ 4 മണി സിനിമയൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് വരുന്ന 5 മിനിറ്റുള്ള വാർത്തയൊക്കെ ഒരു ശല്യമായിട്ടാണ്, സിനിമയുടെ ഒരു രസം കളയാനുള്ള ഒരു ശല്യം എന്നുള്ളത് പോലെയാണ് വാർത്ത ആദ്യം അനുഭവപ്പെടുക. പിന്നീട് ഏഷ്യാനെറ്റ് വരുന്ന കാലത്താണ് സ്വകാര്യ ടെലിവിഷനിലെ വാർത്ത ആദ്യമായി വരുന്നത്. ചരിത്രം ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായ അന്ന് പ്രമോദ് രാമനല്ലേ, പിന്നെ കെ ഷാഹിനയുണ്ട്, അതിനുശേഷം മായ ശ്രീകുമാർ, അളകനന്ദ, റാണി, ഇങ്ങനെയുള്ള നമ്മൾ ഈ 7 മണി എന്ന് പറയുന്ന സമയത്ത് വൈകുന്നേരമൊക്കെ കാത്തിരിക്കേണ്ടത്. അതുപോലെ രാത്രി 10:30. ആ കാലഘട്ടം എന്ന് പറയുന്നത് 24 മണിക്കൂറും വാർത്ത കിട്ടുന്ന ഒരു കാലഘട്ടമേ അല്ല. ഞാൻ എൻ്റെ വിദ്യാർത്ഥി കാലഘട്ടമാണ് പറയുന്നത്. ഇപ്പോൾ അതിനുശേഷം 97-ൽ സൂര്യ TV വരുന്നു. പിന്നീട് 2000-ൽ ജീവൻ TVയും കൈരളി TVയും വരുന്നു. ഒരു വലിയ വിപ്ലവം ഉണ്ടാകുന്നത് 2003-ൽ ഇന്ത്യ വിഷൻ്റെ വരവോടുകൂടിയാണ്. ഞാൻ അന്ന് കോളേജിൽ പഠിക്കുന്ന കാലത്താണ് ഇന്ത്യ വിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. വലിയ ഈവൻ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പോലും അതൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാക്കിയിട്ടുള്ള കാലഘട്ടമാണ്. ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് അതുവരെയുള്ള വാർത്ത എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ സ്വകാര്യ ചാനലിലെ വാർത്തയും ദൂരദർശൻ്റെ വാർത്തയുടെ ഏറെക്കുറെയുള്ള തുടർച്ചയായിരുന്നു. ഇന്ന് കാണുന്ന ഒരു വാർത്താ പരിചരണമേ അല്ല അന്നത്തെ വാർത്ത. ഇപ്പോൾ അന്നത്തെ ഏഷ്യാനെറ്റിൻ്റെ വാർത്താ ബുള്ളറ്റിനിൽ പയ്യന്നൂരിൽ 110 kV സബ്സ്റ്റേഷൻ്റെ ഉദ്ഘാടനം വൈദ്യുത മന്ത്രി ശ്രീ പിണറായി വിജയൻ നിർവഹിച്ചു. ഒരു വാചകം, പിന്നെ അതിൻ്റെ വിഷ്വൽ, അത്രയേ ഉള്ളൂ. അതിനപ്പുറത്ത് ഇനി കൂടുതലായി അതിൽ ആരൊക്കെ പങ്കെടുത്തിട്ടുണ്ട് എന്നുള്ളൊരു വരി കൂടിയേ ഉള്ളൂ. ഇത്രയേ ഉള്ളൂ ടെലിവിഷൻ്റെ വാർത്ത എന്ന് പറയുന്നത്. ഞാൻ ആ കാലഘട്ടത്തിലാണ് ആദ്യമായിട്ട് ഈ ഇലക്ഷൻ കവറേജ് ഒക്കെ കാണുന്നത്. അന്നത്തെ ഇപ്പോൾ ആകാശവാണിയുടെ ഇലക്ഷൻ കവറേജ് എടുത്തു കഴിഞ്ഞാൽ വാർത്താ ബുള്ളറ്റിനാണല്ലോ. നമുക്ക് വേണ്ട ഇൻഫർമേഷൻ എന്താണോ, ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ എന്താണോ അതുമാത്രം കൊടുക്കുക എന്നുള്ളതായിരുന്നു അന്നത്തെ ദൂരദർശൻ്റെ ആയാലും തുടക്കത്തിലെ സ്വകാര്യ ചാനലുകളുടെ ആയാലും ഒരു രീതി. ആറന്മുള മണ്ഡലത്തിൽ തൊട്ടടുത്ത എതിർ സ്ഥാനാർത്ഥി MV രാഘവനേക്കാൾ മലയാറ്റൂർ രാമകൃഷ്ണൻ 133 വോട്ടിന് മുമ്പിലാണ് എന്നൊരു വാചകം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടുത്തത് വടക്കൻ വീരഗാഥയുടെ ശബ്ദരേഖ തുടരുകയാണ് റേഡിയോയിൽ. അതിനുശേഷം പിന്നെ അടുത്ത മണ്ഡലത്തിൽ പറയുന്നു ശബ്ദരേഖ തുടരുന്നു. ആളുകൾക്ക് എൻഗേജ് ചെയ്യാൻ വേണ്ടിയിട്ട്, ആളുകളെ പിടിച്ചിരുത്താൻ വേണ്ടിയിട്ട് സിനിമയുടെ ശബ്ദരേഖ അല്ലെങ്കിൽ സിനിമയുണ്ട്. എന്നാൽ കൊടുക്കേണ്ട ഇൻഫർമേഷൻ എന്താണോ അത് ഒരു വാചകത്തിൽ 2 വാചകത്തിൽ കൊടുക്കുക എന്നതായിരുന്നു വാർത്താ പരിചരണ രീതി. ഇപ്പോൾ അങ്ങനെയല്ല എന്നുള്ളത് നിങ്ങൾക്കറിയാം. പിന്നീട് 2003-ൽ ഇന്ത്യ വിഷൻ്റെ സ്റ്റാർട്ടിങ്ങോടുകൂടി, ഇന്ത്യ വിഷൻ്റെ തുടക്കത്തിൽ തന്നെ അന്നുവരെ ഇല്ലാത്ത, അതുവരെയുള്ള ശരിക്കും പറഞ്ഞാൽ ദൃശ്യ വ്യാകരണം തന്നെ മാറി എന്നൊക്കെ പറയാം. ഇന്ത്യ വിഷൻ്റെ പ്രൊമോയും ഒരു വെള്ളത്തുള്ളി ഇങ്ങനെ വീണിട്ട് ഇന്ത്യ വിഷൻ്റെ ലോഗോയായി മാറുന്ന ഒരു പ്രൊമോയൊക്കെ ഉണ്ട്. വളരെ നമുക്കിപ്പോഴും ഒരു നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഓർമ്മയാണ്. പിന്നെ ഇവരുടെ ആങ്കേഴ്സിൻ്റെ ഒക്കെ പടം കാരിക്കേച്ചറായി വരുന്നതുമൊക്കെ അത് നമുക്ക് ആ കാലഘട്ടത്തിൽ പ്രേക്ഷകർക്ക് പുതുമയായിരുന്നു. അപ്പോൾ വാർത്ത 24 മണിക്കൂർ സംഭവിക്കുകയാണ്. അനുനിമിഷം വാർത്തയുണ്ട്. ആ വാർത്ത ഇങ്ങനെ അതേ സമയത്ത് തന്നെ ജനങ്ങളോട് പറഞ്ഞു കൊടുക്കുകയാണ്. ഇങ്ങനെയും വാർത്താ ബ്രോഡ്കാസ്റ്റിംഗ് സാധ്യമാണ്
ഇങ്ങനെയാണ് പുതിയ ന്യൂസ് കാസ്റ്റിംഗ് എന്ന് പറയുന്നത് 2003-ലാണ്. അതിനുശേഷം ഇങ്ങോട്ട് ഓരോ ഘട്ടങ്ങളിലും മാറ്റങ്ങൾ ഉണ്ടാവുന്നു. മനോരമ ന്യൂസ് 2006 സ്ഥാപിതമാവുന്നതോടുകൂടി മലയാളത്തിലെ ഏറ്റവും വലിയ മീഡിയ ഹൗസ് ടെലിവിഷൻ രംഗത്തേക്ക് ഇറങ്ങുകയാണ്. അതിനിടയ്ക്ക് കൈരളിക്കൊരു വാർത്താ ചാനലുണ്ടായി, പീപ്പിൾ എന്ന പേരിൽ. പിന്നീട് 2012 മീഡിയ വണ്ണും മാതൃഭൂമിയും വരുന്നതോടുകൂടി കുറേ കൂടി മാറ്റങ്ങൾ സംഭവിക്കുകയാണ്. രണ്ടാമത്തെ വലിയ ലെഗസി മീഡിയ ഹൗസും ടെലിവിഷൻ രംഗത്തേക്ക് വരികയാണ്. 2018 24 ന്യൂസ് സംഭവിക്കുന്നതോടുകൂടിയാണ് വീണ്ടും എഗെയിൻ ഈ വാർത്താ വ്യാകരണത്തിൽ കുറേ കൂടി മാറ്റം സംഭവിക്കുന്നത്. അപ്പോൾ അതിനോടകം തന്നെ ആദ്യം ഞാൻ പറഞ്ഞ ഔപചാരികമായ വാർത്ത എന്നുള്ളത് അനൗപചാരികമായി മാറിയിരുന്നു ഇന്ത്യ വിഷൻ കാലം തൊട്ട്. അത് കുറേ കൂടി അനൗപചാരികമായി മാറിയത് 24 ന്യൂസിൻ്റെ വരവോടുകൂടിയാണ്. സാധാരണ മനുഷ്യരോട് സംസാരിക്കുന്ന പോലെ പരസ്പരം സംസാരിക്കുന്നത് മാതിരിയുള്ള വാർത്താവതരണം ആർ ശ്രീകണ്ഠൻ നായരുടെ നേതൃത്വത്തിൽ തുടങ്ങുന്നതോടുകൂടി ടെലിവിഷൻ്റെ ഭാഷ ഔപചാരികത വിട്ട് കുറേ കൂടി അനൗപചാരികമായി മാറി. പിന്നെ ബാക്കിയുള്ളതൊക്കെ ചരിത്രമാണ്. 2022-23 കാലഘട്ടമാകുമ്പോഴത്തേക്ക് റിപ്പോർട്ടർ ടിവിയുടെ റീലോഞ്ചോടുകൂടി സംഭവിക്കുന്നതോടുകൂടി വലിയ മത്സരത്തിലേക്ക്, നേരത്തെ ഇവിടെ ശ്രീ ഗോപികൃഷ്ണൻ പറഞ്ഞതുമാതിരി വലിയ മത്സരത്തിലേക്ക് അതിൻ്റെ ചെരിതെറ്റുകൾ ഒക്കെ അവിടെ നിൽക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ പരമാവധി ഐബോൾസ് പിടിച്ചു നിർത്തുക എന്നൊരു ദൗത്യം മാധ്യമ പ്രവർത്തകന് വന്നു ചേരുകയാണ്. ഈ 30 വർഷം എന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോ 5 വർഷം എടുത്താലും മാറുന്നുണ്ട്. വാർത്തയുടെ പരിചരണ രീതി മാറുന്നുണ്ട്, വാർത്തയുടെ വ്യാകരണം മാറുന്നുണ്ട്, അത് അവതരിപ്പിക്കുന്നവരുടെ ഭാഷയും ശൈലിയും മാറുന്നുണ്ട്, അഗ്രഷൻ ഒക്കെ മാറുന്നുണ്ട്. ഓരോ കാലഘട്ടത്തിലും ഓരോന്ന് എന്നുള്ളതാണ്. എന്താണ് ഇതിൻ്റെയൊക്കെ പ്രാഥമികമായ ദൗത്യം എന്ന് ചോദിച്ചാൽ കൂടുതൽ ആളുകളെ പിടിച്ചു നിർത്തുക എന്നുള്ളതാണ്. അപ്പോൾ അത് എത്രമേൽ ഗുണപരമാണ്, എത്രമേൽ പ്രതിലോമകരമാണ് എന്നുള്ളത് നമുക്ക് ആലോചിക്കാവുന്ന അല്ലെങ്കിൽ ആലോചിക്കേണ്ട കാര്യമാണ്. പക്ഷെ അതിൽ നിന്നൊരു തിരിച്ചുപോക്ക് ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനിയിപ്പോൾ നമുക്ക് 90കളിലേക്ക് മടങ്ങുക അല്ലെങ്കിൽ 2000-ൻ്റെ തുടക്കത്തിലേക്ക് മടങ്ങുക എന്നുള്ളതൊരു ഓപ്ഷൻ അല്ല. അങ്ങനെ ഒന്ന് സംഭവിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പം ഞാൻ 96-ലെ തെരഞ്ഞെടുപ്പിൻ്റെ കാര്യം പറഞ്ഞില്ലേ, ഒരു വാചകത്തിൽ തൊട്ടടുത്ത എതിർ സ്ഥാനാർത്ഥിയേക്കാൾ ഇത്ര വോട്ടിന് മുമ്പിലാണ് എന്ന് പറഞ്ഞെടുത്തതെന്ന് ഏറ്റവും ഒടുവിൽ നമ്മുടെ നാട്ടിൽ നടന്ന തെരഞ്ഞെടുപ്പ്, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് എടുക്കുക, എങ്ങനെയാണ് വിവിധ ചാനലുകളിലെ ആങ്കർമാർ ആങ്കർ ചെയ്തത്. രാഹുൽ മാങ്കൂട്ടത്തിൽ തൊട്ടടുത്ത എതിർ സ്ഥാനാർത്ഥി സരിനേക്കാൾ 250 വോട്ടിന് മുൻപിലാണ് എന്ന് പറഞ്ഞിട്ട് അടുത്ത കാര്യത്തിലേക്ക് പോയോ? ഇല്ല. എടാ മോനെ അടിച്ച് കയറി വാ എന്നൊക്കെ ടെലിവിഷൻ ആങ്കർമാർ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സിനിമാ ശകലങ്ങൾ, പിന്നെ പരസ്യത്തിലുള്ള ശകലങ്ങൾ, ആങ്കർമാർ തമ്മിലുള്ള തർക്കങ്ങൾ, പരിഹാസങ്ങൾ തുടങ്ങി എന്തൊക്കെ പറയാമോ അതൊക്കെ പറയാം എന്നുള്ള മട്ടിൽ ആങ്കറിങ് മാറി. അങ്ങനെ മാറിയാലേ കൂടുതൽ ആളുകൾ പിടിച്ച് അവിടെ നിൽക്കുള്ളൂ, ഏതെങ്കിലും ഒരു ചാനലിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുള്ളൂ. അപ്പോൾ ഓരോ ചാനലിലും പരമാവധി ആൾക്കാരെ സ്റ്റിക്ക് ഓൺ ചെയ്യണമെന്നുള്ളത് ആങ്കർ ചെയ്യുന്ന ആളുകളുടെ ഉത്തരവാദിത്വമായി മാറുമ്പോൾ പണ്ട് പറഞ്ഞതുപോലെ വളരെ പതുക്കെ, ഇപ്പോൾ പ്രമോദേട്ടൻ ആദ്യത്തെ വാർത്ത വായിച്ചതുപോലെ വളരെ സൗമ്യമായ ഒരു വിഷയം പറഞ്ഞു കൊടുത്താൽ പറ്റില്ല. അങ്ങനെ എങ്ങനെ പിടിച്ചു നിർത്താം എന്നുള്ള നിലയിലേക്ക് വലിയ തോതിൽ മത്സരം വരുന്നുണ്ട്. അപ്പോൾ ആ മത്സരത്തിൻ്റെ കാലത്ത് എങ്ങനെയൊക്കെ ടെലിവിഷൻ മാറുന്നു എന്നുള്ളത് നമുക്കറിയാം. ആ മാറ്റം എത്ര ഗുണപരമാവും എന്നുള്ളതാണ് ഈ 30 കൊല്ലം കഴിഞ്ഞ് അടുത്ത 10 കൊല്ലത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്നത്. ഇതിൽ നമുക്ക് എത്രമാത്രം ഒഴിഞ്ഞു നിൽക്കാൻ കഴിയും എന്നൊരു പ്രശ്നമുണ്ട്. ഞാൻ അതുകൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ഇന്നലത്തെ ഹിന്ദു പത്രത്തിൻ്റെ എഡിറ്റോറിയൽ പേജിൽ ഒരു മാധ്യമ പ്രവർത്തകൻ മാധ്യമ അഭിമുഖങ്ങളെക്കുറിച്ചൊരു ലേഖനം എഴുതിയിട്ടുണ്ട്. ശ്രദ്ധ വാൾക്കർ എന്നൊരു പെൺകുട്ടി ഒരു പക്ഷേ നിങ്ങളിൽ ചില ആളുകൾക്കെങ്കിലും ഓർമ്മയുണ്ടാവും. 2022 ഡൽഹിയിൽ കാമുകനാൽ അവർ കൊല്ലപ്പെട്ടു, അവരെ കട്ട് ചെയ്ത് ഫ്രീസറിലാക്കി വെച്ചു എന്നുള്ളതാണ് ആ സംഭവം. അത് വലിയ കോളുകളൊക്കെ സൃഷ്ടിച്ചു. കാരണം ഇതിൽ പ്രതിയായിട്ടുള്ള വ്യക്തി മുസ്ലിം സമുദായക്കാരൻ കൂടി ആയതുകൊണ്ട് ലവ് ജിഹാദ് എന്നൊക്കെ പറഞ്ഞ് വലിയ കോളിളക്കവും മറ്റുമൊക്കെ ഉണ്ടായി. നാഷണൽ ടെലിവിഷനിൽ കുറേ നാൾ ഇതായിരുന്നു ചർച്ച. അപ്പോൾ ഈ ശ്രദ്ധ വാൾക്കറുടെ പിതാവുണ്ട്, വികാസ് വാൾക്കർ എന്ന് പറയുന്ന വ്യക്തി. അപ്പോൾ ആ മനുഷ്യൻ ആ കാലത്ത് വലിയ തോതിൽ സ്ട്രഗിൾ ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ കിട്ടാൻ വേണ്ടി, അദ്ദേഹത്തെ ഒന്ന് ടെലിവിഷനിൽ കൊണ്ടിരുത്താൻ വേണ്ടി അന്ന് ആങ്കർമാരും പ്രൊഡ്യൂസർമാരും ഒരുപാട് ശ്രമിച്ചു. അപ്പോൾ ഡൽഹിയിൽ വലിയ ഹോട്ടലിൽ നിങ്ങൾക്ക് അക്കോമഡേഷൻ ഫ്ലൈ ചെയ്യാം. അദ്ദേഹം മുംബൈയിലാണ് താമസിക്കുന്നത്. മുംബൈയിൽ നിന്ന് ഇങ്ങോട്ട് വിമാന ടിക്കറ്റ്, ബിസിനസ് ക്ലാസ്, ഇതൊക്കെ പറഞ്ഞു. പക്ഷേ അദ്ദേഹം ഒരിടത്തും പോയില്ല. അപ്പോൾ ഇദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്ത ജേർണലിസ്റ്റാണ് ഇത് എഴുതിയിരിക്കുന്നത്. ഇദ്ദേഹം മരണപ്പെട്ടു ആ സാഹചര്യത്തിൽ. അപ്പോൾ പലവട്ടം ഇദ്ദേഹത്തെ നേരിട്ട് കണ്ട് ഒടുവിൽ ഇദ്ദേഹവുമായി സംസാരിച്ച ആ ഒരു മൊമെൻ്റ് അദ്ദേഹം വിവരിക്കുകയാണ്. അപ്പോൾ ഈ പിതാവിന്, ശ്രദ്ധ വാൾക്കറുടെ അച്ഛന് മകളുടെ മരണത്തെക്കുറിച്ച് കുറേ കാര്യങ്ങൾ പറയാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം അയാളുടെ ഏറ്റവും വലിയ പേഴ്സണൽ ട്രാജഡിയാണല്ലോ. അയാളുടെ ഏറ്റവും പേഴ്സണൽ ട്രാജഡിയുടെ ആ നടുക്ക് നിൽക്കുന്ന ഒരു മനുഷ്യനോട് എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാം, എന്തൊക്കെ ചോദിക്കരുത് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. എനിക്ക് ഈ ചോദ്യങ്ങളെ, നിങ്ങളുടെ ഈ ചോദ്യങ്ങളെ നേരിടാൻ കഴിയാത്തത് കൊണ്ടാണ്
ഞാൻ മാധ്യമങ്ങളുടെ മുമ്പിൽ വരാതിരുന്നത്, ഞാൻ മാധ്യമങ്ങളിൽ മുഖം കാണിക്കാതിരുന്നത്, എനിക്ക് ആ കാര്യങ്ങൾ പറയേണ്ട, നിങ്ങളുടെ ചോദ്യങ്ങൾ എന്നെ കൂടുതൽ ട്രോമയിലേക്ക് നയിക്കും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ മാധ്യമങ്ങൾക്ക് അഭിമുഖം കൊടുക്കാതിരുന്നത്. ഇത് നിങ്ങൾ എന്നെ കുറേ കാലം ഫോളോ ചെയ്തതുകൊണ്ട് നിങ്ങളോട് ഞാൻ സംസാരിക്കുകയാണ്. അപ്പോഴും ഈ ചോദ്യങ്ങൾ, ഇന്ന ചോദ്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കണം എന്ന് അദ്ദേഹം പറഞ്ഞതായി ഈ ലേഖകൻ എഴുതുന്നുണ്ട്. അപ്പം ഞാൻ ഓർത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ രണ്ടാഴ്ച മുമ്പ് വളരെ ദാരുണമായൊരു കൊലപാതകം നമ്മുടെ നാട്ടിൽ നടന്നു. പാലക്കാട് ചെന്താമര എന്ന് പറയുന്ന ക്രിമിനലായ ഒരു മനുഷ്യനെയും അയാളുടെ അമ്മയെയും വെട്ടിക്കൊന്നു വീട്ടിൽ കയറി. അദ്ദേഹത്തിൻ്റെ ഭാര്യയെ 3-4 വർഷങ്ങൾക്ക് മുമ്പ് കൊലപ്പെടുത്തിയിരുന്നു. 2 മക്കൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഈ കൊലപാതകത്തിൽ 2 മക്കൾ മാത്രമാണ് ബാക്കിയുള്ളത്. അപ്പോൾ ഈ കൊലപാതകം നടന്ന ദിവസം കോളിളക്കം സൃഷ്ടിച്ച സംഭവമാണ്. ഇപ്പോൾ ഈ കൊലപാതകം നടന്ന ദിവസം രാത്രിയിലെ ചർച്ചയിൽ എൻ്റെ അതിഥിയായിട്ട് ഈ 2 മക്കൾ പങ്കെടുക്കുകയാണ്. ഈ കൊല്ലപ്പെട്ട അച്ഛൻ്റെയും അമ്മൂമ്മയുടെയും കൊലപാതകം നടന്ന ദിവസം എൻ്റെ ചർച്ചയിൽ പങ്കെടുക്കുകയാണ്. മറ്റ് ചാനലുകളുടെ ചർച്ചയിൽ ഇവർ പങ്കെടുക്കുകയാണ്. ഇവർക്ക് വേറെ ഓപ്ഷൻ ഒന്നുമില്ല. ഇവരുടെ വീട്ടിലേക്ക് ക്യാമറ ചെല്ലുകയാണ്, നിങ്ങൾ കുറച്ചേറെ ഇരിക്കണം എന്ന് പറയുന്നു. ഇവരെ കണക്ട് ചെയ്യുന്നു. അപ്പം ഇത് ചോദ്യം ചോദിക്കേണ്ടത് ഞാനാണ്. അപ്പം ഞാൻ ഇവരോട് ചോദിക്കുകയാണ്, അച്ഛനും മുത്തശ്ശിയും മരിച്ചതിന് തൊട്ട് പിന്നാലെ ഇവരോട് എനിക്ക് ചോദിക്കേണ്ടി വരികയാണ്, നിങ്ങൾ ഈ ചെന്താമര നിങ്ങളെ മുമ്പും ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നോ, നിങ്ങൾക്ക് പേടിയുണ്ടായിരുന്നോ, അങ്ങനെ ഇങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കുമ്പോൾ എനിക്കറിയാം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരായ മുഴുവൻ ആളുകളും എന്നെ വിളിക്കുന്ന ചീത്തയുടെ ആഴം എനിക്ക് മനസ്സിലാവും. ഇത്ര ഇൻസെൻസിറ്റീവ് ആണോ, ഇത്ര മര്യാദകേട് നിങ്ങൾ കാണിക്കണോ എന്ന് വളരെ സൗമ്യമായ ഭാഷയിൽ ചിന്തിക്കുകയോ പറയുകയോ ചെയ്യുന്നതിനപ്പുറത്ത് എന്ത് തെണ്ടിയാണിവൻ എന്ന് വിചാരിക്കുന്നവനായിരിക്കും എൻ്റെ കാഴ്ചക്കാരിൽ ഭൂരിപക്ഷവും. എന്നിട്ടും ഇത് ചെയ്യേണ്ടി വരുന്നു എന്നുള്ളതാണ് ഈ വർത്തമാനകാല ടെലിവിഷൻ്റെ ഒരു വലിയ പ്രശ്നം. നമ്മളതിന് നിർബന്ധിതരാകുന്നുണ്ട്. എനിക്കറിയാം, അച്ഛനും മുത്തശ്ശിയും മരിച്ച ദിവസം ആർത്തലച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്ന 2 പെൺകുട്ടികളോട് ആ മരണത്തിൻ്റെ ഡീറ്റെയിൽസ് ചോദിക്കുന്നത് വളരെ ഇൻസെൻസിറ്റീവാണ്, മനുഷ്യത്വരഹിതമാണ് എന്ന് എനിക്കറിയാമായിട്ടും എനിക്ക് വീണ്ടും ചോദിക്കേണ്ടി വരുന്നു എന്നുള്ളിടത്താണ് നമ്മൾ നേരിടുന്ന ഒരു വലിയ പ്രതിസന്ധി. അതാണ് ഈ 30 കൊല്ലത്തെ ടെലിവിഷൻ ജേർണലിസത്തിൻ്റെ 30ാമത്തെ വർഷത്തിൽ എത്തി നിൽക്കുമ്പോൾ കടുത്ത മത്സരം നടക്കുമ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്ന്, അല്ലെങ്കിൽ ഇത്തരം നിർബന്ധിതാവസ്ഥകളിൽ നിന്ന് നമുക്ക് പിന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട് എന്നുള്ളതാണ് എനിക്ക് കാര്യത്തിൽ പറയാനുള്ളത്. ഒരു റൗണ്ട് കഴിഞ്ഞു. സാധാരണ ഇവർ നടത്തുന്ന വാർത്താ അവറിലൊക്കെ മറ്റൊരാൾക്ക് സമയം കൊടുക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ ഇവർക്ക് ഇനി അടുത്ത റൗണ്ടിന് 5 മിനിറ്റ് വീതമാണ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉള്ളത്. ഇവിടെ നമുക്ക് 3:25 അവസാനിപ്പിക്കണം. ഞാൻ ഈ പറയുന്ന അഭിലാഷ് പറഞ്ഞു കൊടുത്തത് തന്നെ എടുക്കുകയാണ്. നിങ്ങൾ ഇത്രമാത്രം ഇൻസെൻസിറ്റീവ് ആണോ എന്ന് ഓരോ പ്രേക്ഷകനും ചോദിക്കുന്ന തരത്തിലേക്ക് മലയാള വാർത്തകളുടെ നിലവാരം. ഗോപികൃഷ്ണൻ കുറേ ചോദ്യങ്ങൾ ഉന്നയിച്ചു. ഇതെല്ലാം കൂട്ടിച്ചേർത്ത് കഴിയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, 1995 ഒരു പുതിയ പ്രഭാതം വിടരുന്നു എന്നുള്ള ആഗ്രഹത്തോടു കൂടി സ്വകാര്യ ചാനലുകളെയും വാർത്താ ചാനലുകളെയും എതിരേറ്റ മലയാളി അവൻ്റെ ഉള്ളിൽ ഇത്ര ഇൻസെൻസിറ്റീവാണോ നിങ്ങളെന്ന് ചോദിക്കുന്ന തരത്തിലേക്കുള്ള ഒരു പുതിയ മാറ്റമുണ്ടാക്കേണ്ടി വന്ന ഒരു ദൗർഭാഗ്യകരമായ വളർച്ചയാണോ വാർത്താ ചാനലുകൾക്കുണ്ടായത്? അതോടൊപ്പം തന്നെ നമുക്കൊരു കാര്യം അറിയാം, മലയാള വാർത്താ ചാനലുകളെ മാത്രം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ഒരു റിമോട്ട് കൺട്രോളിലെ ഒരു ബട്ടൺ അപ്പുറത്ത് നിൽക്കുന്ന ഫിക്ഷൻ ചാനലുകൾ, ഏഷ്യാനെറ്റിൻ്റെ തന്നെയാണെങ്കിൽ ഫിക്ഷൻ, മനോരമയുടെ ആണെങ്കിൽ മഴവില്ല്, ഇവിടെ ഈ ചാനലുകളിൽ വനിതാ കമ്മീഷൻ ഇടപെട്ട് സീരിയലുകൾക്ക് സെൻസറിങ് ഏർപ്പെടുത്തണം. കാരണം വിവാഹേതര ബന്ധങ്ങളും അതിനകത്ത് നടക്കുന്ന ക്രമക്കേടുകളും അതിൽ കൊലപാതകങ്ങളും മാത്രം ചിത്രീകരിച്ചുകൊണ്ട് സ്ക്രിപ്റ്റുകൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്ത്, അത്രയേറെ വയലൻസ് മാത്രം വരുന്ന ഫിക്ഷനുകളുള്ള സമയത്ത് അതിനോട് മത്സരിക്കുന്ന തരത്തിൽ വാർത്താ ചാനലുകളിലും വയലൻസിൻ്റെ സ്റ്റോറികൾ ഏറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമ്മളെ ഭയപ്പെടുത്തുന്നൊരു കാര്യമാണ്. ഇതിൽ അതായത് ഈ 30 വർഷത്തെ ഒരു ബാലൻസ് ഷീറ്റ് നോക്കുമ്പോൾ ആ സഹർഷം സ്വാഗതം ചെയ്തുകൊണ്ടിരുന്ന വാർത്താ ചാനലുകളിൽ ശ്രീ പ്രമോദ് തന്നെ ചോദിച്ചത് പോലെ ഇത്രയേറെ വാർത്തകൾ കേരളത്തിൽ ഉണ്ടാകുമോ 24 മണിക്കൂറും സംപ്രേഷണം ചെയ്യത്തക്ക വിധത്തിൽ എന്ന് ചോദിക്കുന്നിടത്ത് വാർത്തകളല്ലാത്തതും വാർത്തകളായി പെരുപ്പിച്ച് ചെയ്യേണ്ടി വരുന്ന ആ ഒരു അവസ്ഥയും ഉണ്ടാകുന്നുണ്ടോ എന്നുള്ള വിഷയങ്ങളൊന്ന് പ്രമോദ്. ഇതിൽ ഞാൻ അഭിലാഷ് പറഞ്ഞതിൽ ഒരു ചെറിയ ഒരു ഭേദഗതി പറയാവുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ 96 കാലഘട്ടത്തിൽ ശരിയാണ്, ഈ നമ്മൾ വാർത്തകളെ വളരെ ചെറിയ ക്യാപ്സ്യൂളുകൾ മാത്രമായിട്ട് നൽകുക, ഒരു ഒന്നാമത്തെ വിവരം മാത്രം എന്നുള്ള നിലയിൽ പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ അതേസമയം ഏഷ്യാനെറ്റ് ഡെവലപ്പ് ചെയ്തു വന്ന ഘട്ടത്തിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 1998 ലോക്സഭാ തിരഞ്ഞെടുപ്പ്
ഞങ്ങൾ സിംഗപ്പൂരിലായിരുന്നു. ചെറിയ സൗകര്യങ്ങൾ മാത്രം ഉപയോഗിച്ച് വാർത്താ സംപ്രേഷണം നടക്കുന്ന സ്ഥലമാണ്. പക്ഷേ ശശികുമാർ, TN ഗോപകുമാർ, സക്കറിയ, VK മാധവൻകുട്ടി, പിന്നെ ഒരാളും കൂടെ, ഈ 3-4-5 പേര് അവിടെ വന്ന് ഞങ്ങളുടെ ആ സ്റ്റുഡിയോയിലെ വെറും കസേരയിട്ടിരുന്ന് ആ വാർത്തകളെ വിശകലനം, തിരഞ്ഞെടുപ്പ് ബുള്ളറ്റിനുകൾ കൊടുത്തുകൊണ്ട് റിസൾട്ട് പറഞ്ഞുകൊണ്ട് തന്നെ വിശകലനം ചെയ്യുന്ന പരിപാടിയിലേക്ക് പോയിരുന്നു. അവിടെ ഇരുന്നിട്ട്, സിംഗപ്പൂരിൽ ഇരുന്നിട്ട് ചെയ്തിരുന്നു. ഒരു സൗകര്യമില്ല. ആകെ ഒരാളെ ടെലിഫോൺ ലൈനിൽ വിളിക്കാവുന്ന ഒരു സൗകര്യം ഉണ്ട് എന്നുള്ളത് ഒഴിച്ചാൽ മറ്റൊരു സൗകര്യമില്ലാതെയാണ്. പക്ഷേ അന്ന് വിളിച്ചവരിൽ നമ്മൾ ഓർക്കണം, പിന്നെ KR നാരായണൻ മുതൽ ജ്യോതി ബസു മുതൽ കേരളത്തിൽ ലഭ്യമായ മുഴുവൻ ആളുകൾ വരെ മുഴുവൻ പേര് അന്ന് വിളിക്കാൻ കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ്. അത് അന്ന് വോട്ടെണ്ണൽ പിന്നെ ഇതാണ്, ബാലറ്റ് പേപ്പറാണ്. 3 ദിവസത്തോളം ഈ പരിപാടിയായിരുന്നു. 3 ദിവസത്തോളം തുടർച്ചയായിട്ട് ചെയ്തിരുന്നു. ഞാൻ പറഞ്ഞ അറ്റംപ്റ്റ്സ് എന്നുള്ള നിലയിൽ ആ കാലഘട്ടത്തിൽ തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു സംഗതികൾ ഉണ്ടായി തുടങ്ങിയിരുന്നു. പക്ഷേ ശരിയാണ്, ഇന്ത്യ വിഷൻ്റെ ആ ഒരു ആവിർഭാവമാണ് ഇതിനെല്ലാം മാറ്റിമറിച്ചത് എന്നുള്ളതും ശരിയാണ്. പിന്നെ ഗോപി പറഞ്ഞതുപോലെ തന്നെ ഇനിയിപ്പോൾ അടുത്ത 10 വർഷത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടി വരുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഒരു 3-4 കൊല്ലമൊക്കെ ചിന്തിച്ചാൽ മതി. കാരണം ഈ പറഞ്ഞ പോലെ തന്നെ ആരും ടെലിവിഷൻ്റെ മുമ്പിലിരുന്ന് ടെലിവിഷൻ കാണുന്ന രീതി അവസാനിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഓൾമോസ്റ്റ് ഈ പറയുന്ന ഒരു ജെറിയാട്രിക് സൊസൈറ്റി ഒഴിച്ചു കഴിഞ്ഞാൽ അത് കഴിഞ്ഞ ഇനിയിപ്പോൾ അങ്ങോട്ടുള്ളതിൽ ഒരുപക്ഷെ നമുക്ക് നമ്മുടെ പിന്നെ സോഷ്യൽ മീഡിയ ക്ലിപ്പിങ്സിലൂടെ വാർത്ത അറിയുന്ന ഒരു ശീലത്തിലേക്ക് കാര്യമായി കടന്നു എത്തിയിരിക്കുന്നു. അത് കൂടുതൽ സജീവമാകാനാണ് സാധ്യത. അതുവഴി ഡിജിറ്റൽ ഫസ്റ്റ് എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. അത് ഇപ്പോഴത്തെ ഒരു തോന്നൽ എന്ന നിലയിൽ അവസാനിച്ചാൽ നന്നായിരിക്കും. കൂടുതൽ ഒരുപക്ഷെ ടെലിവിഷൻ എന്ന് പറയുന്ന മാധ്യമത്തിന് ഇനിയും ഒരുപാട് സാധ്യതകളുണ്ട്, യാതൊരു സംശയവുമില്ല. അത് വളർന്നു വരണമെന്ന് തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത്. പക്ഷേ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ വാർത്ത എന്ത് എന്നതും വാർത്ത എന്താണ്, എങ്ങനെയാണ് സംപ്രേഷണം ചെയ്യേണ്ടത് എന്നത് സംബന്ധിച്ച പുതിയ കാഴ്ചപ്പാടുകൾ കടന്നു വരുന്നതിൽ യാതൊരു തെറ്റുമില്ല. അത് നമ്മൾ ആളുകളെ പിടിച്ചിരുത്താൻ വേണ്ടിയാണ് എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിലും ഇന്നൊവേഷൻ എന്ന് പറയുന്നത് എല്ലാ ഇൻഡസ്ട്രിയിലും എല്ലാ കാലത്തും നടക്കുന്നതാണ്. അത് ഉണ്ടാവണം. പക്ഷേ ഇതിൽ സംഭവിക്കുന്നത് കേവലം ഈ രൂപപരമായ മാറ്റങ്ങൾ മാത്രമല്ല. അതാണ് അതിൻ്റെ കാതലായ പ്രശ്നമെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ ഇന്ത്യ ഒട്ടുക്ക് വാർത്താ ചാനലുകളുടെ വാർത്തകളുടെ സ്വഭാവത്തിൽ കാര്യമായ ഒരു സ്വാധീനം ചെലുത്തിയത് ഒരു വലതുപക്ഷ ആശയങ്ങളാണ് എന്ന് പറയേണ്ടി വരും. വലതുപക്ഷ ആശയങ്ങൾ സ്വാധീനിക്കുന്നതോടുകൂടിയാണ് വാർത്തയുടെ അവതരണ രീതിയിലും അത് അതേ നിലക്ക് പ്രകടമാകുന്നത് എന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ വലതുപക്ഷ ആശയങ്ങൾ എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മളെ ഭരിക്കുന്നവരുടെ സ്വാധീനം, ഭരിക്കുന്നവരുടെ പ്രത്യയശാസ്ത്രം, ഭരണകൂട പ്രത്യയശാസ്ത്രങ്ങൾ എത്ര കണ്ട് പിന്നെ ഈ മാധ്യമങ്ങളുടെ പ്രത്യയശാസ്ത്രം തന്നെയായി മാറുന്നു, ഐഡിയോളജി തന്നെയായി മാറുന്നു എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് വിശദമായി പോകേണ്ടതില്ല. നമുക്ക് നേരിട്ട് തന്നെ അറിവുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ നോക്കൂ, അതോടൊപ്പം തന്നെ വാർത്തയെ കുറെ കൂടി ഗൗരവത്തിൽ സമീപിച്ചിരുന്ന ആളുകളുടെ കൊഴിഞ്ഞുപോക്ക് ഇൻഡസ്ട്രിയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ രവീഷ് കുമാറിനെ പോലെ ഒരു ആങ്കർ എന്തുകൊണ്ടാണ് നമ്മുടെ മെയിൻ സ്ട്രീം ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ ഇല്ലാത്തത്? പിന്നെ പ്രണയ് റോയ് എവിടെ പോയി? പിന്നെ ബർഖാദിത്ത് എവിടെ പോയി? നമ്മുടെ വിക്രം ചന്ദ്ര എവിടെ പോയി? ഇങ്ങനെ കുറേ ആളുകളെക്കുറിച്ച് അന്വേഷിച്ചാൽ നമുക്കറിയാം. ടെലിവിഷനിൽ നേരത്തെ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന വളരെ പിന്നെ സീരിയസ് ആയി നമ്മൾ വാച്ച് ചെയ്തുകൊണ്ടിരുന്ന പല ആളുകളും ഇന്നില്ല, ടെലിവിഷനിലില്ല. അവർ മറ്റിടങ്ങളിലുണ്ട്, ഡിജിറ്റൽ പിന്നെ പ്ലാറ്റ്ഫോമിൽ അവരെ നമുക്ക് കാണാം. അപ്പോൾ അത് സംഭവിച്ചതും കേവലമായി ഏതെങ്കിലും ടെക്നിക്കലായിട്ടുള്ള ഒരു കാര്യം കൊണ്ടല്ല. അത് കൃത്യമായ പൊളിറ്റിക്കൽ ഇൻ്റർവെൻഷനിലൂടെ മീഡിയകൾക്ക് സംഭവിച്ചിട്ടുള്ള അവിടെ നേരിട്ടിട്ടുള്ള വലിയ പ്രതിസന്ധികളുടെ ഭാഗമായിട്ടാണ്. ഇപ്പോൾ ഇന്നലെയാണ് ടെലിഗ്രാഫിൻ്റെ എഡിറ്റർ ലാർജായിട്ടുള്ള R രാജഗോപാൽ രാജിവെക്കുന്നത്. അദ്ദേഹം രാജിവെച്ചു. അദ്ദേഹത്തെ നമുക്കറിയാം, ടെലിഗ്രാഫിൻ്റെ എഡിറ്റർ എന്ന നിലയിൽ ദീർഘകാലമായി നമ്മൾ ഫോളോ ചെയ്യുന്ന ആളായിരുന്നു. എങ്ങനെയാണ് വാർത്തകളുടെ ഒരു പിന്നെ മൂർച്ച കൊണ്ടും തലക്കെട്ടുകളുടെ ഒരു പ്രത്യേകമായ വിന്യാസം കൊണ്ടുമൊക്കെ വാർത്തകളെ വളരെ പൊളിറ്റിക്കലാക്കി മാറ്റാൻ കഴിയുക, വളരെ ഇൻട്രാക്റ്റീവ് ആക്കി മാറ്റാൻ കഴിയുക എന്ന തരത്തിലുള്ള ഒരുപാട് സംഭാവനകൾ നൽകിയ ആളാണ്. ഇന്നും വാർത്തയുടെ ആ പ്രൊഫഷണലിസത്തിന് വേണ്ടിയും അതിൻ്റെ പിന്നെ അതിൻ്റെ ആശയപരമായ ഒരു പിന്നെ മാനുഷികതയ്ക്ക് വേണ്ടിയൊക്കെ ഒരുപാട് സംസാരിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിനെ പോലും ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധം ടെലിഗ്രാഫ് പോലും മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടുകൂടി ഞാൻ പറയുന്നത് കേരളത്തിൽ എന്നുള്ളതല്ല, ഇന്ത്യയിൽ മുഴുവൻ തന്നെ ഈ ഒരു
പ്രതിഭാസം അങ്ങേയറ്റം നമ്മൾ വിചാരിക്കുന്നതിൻ്റെയൊക്കെ അങ്ങേയറ്റത്തേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അത് മൂലധന സംബന്ധമായ ഒരുപാട് വിഷയങ്ങൾ അതിനകത്ത് ഉൾക്കൊള്ളുന്നുണ്ട്. അത് ആ ചർച്ചയിലേക്കല്ല ഞാൻ പോകുന്നത്, പക്ഷേ എന്നാൽ തന്നെയും അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. മൂലധനം സ്വരൂപിക്കുന്നതിൻ്റെ ഭാഗമായി പല ചാനലുകളും പത്രങ്ങളും വീണുപോയതിൻ്റെ ഒരു ചരിത്രമുണ്ട്. അതോടൊപ്പം തന്നെ സ്വാധീനം വർദ്ധിപ്പിക്കുന്നതിലൂടെ, ഭരണകൂടങ്ങൾ സ്വാധീനം വർദ്ധിപ്പിക്കുന്നതിലൂടെ ഈ ചാനലുകളുടെ സ്വഭാവം മാറിയ ചരിത്രവും നമ്മുടെ മുമ്പിലുണ്ട്. അതിൽ പറയുകയാണെങ്കിൽ കേരളമാണ് കുറേയൊക്കെ അതിൽ നിന്ന് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞ ഒരു പ്രദേശം എന്ന് മാത്രമേ നമുക്കിപ്പോൾ പറയാൻ കഴിയൂ. അത് ഇനി എന്ത് സംഭവിക്കുക, ഇപ്പോൾ ഗോപി പറഞ്ഞ പോലെയുള്ള അടുത്തൊരു 10 വർഷത്തിനുള്ളിൽ നമ്മൾ കാണേണ്ടി വരിക ഈ വലതുപക്ഷ ആശയങ്ങൾ നമ്മുടെ ചാനലുകൾ ഏറ്റുപിടിക്കുന്ന. ഞാൻ ഒറ്റ ഉദാഹരണം പറയാം. കാസർഗോഡ് തളങ്കരയിൽ ഏതാനും പർദ്ദയിട്ട സ്ത്രീകൾ ഒരു ബസ് തടഞ്ഞ് ബസ്സിനുള്ളിൽ കയറി അതിനുള്ളിലുള്ള ഒരു സ്ത്രീയോട് കലഹിക്കുകയാണെന്ന് നമുക്ക് തോന്നും. ഇതൊരു വീഡിയോ ആണ്, അവിടെ നിന്ന് പുറത്ത് വന്ന ആ ഭാഗത്ത് നിന്ന് ആരോ ഷൂട്ട് ചെയ്ത് പുറത്തേക്ക് വന്ന ഒരു വീഡിയോ ആണ്. ഈ വീഡിയോ വെച്ചിട്ട് നമ്മുടെ ദേശീയ തലത്തിലുള്ള പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ മുഴുവൻ ഇത് ജിഹാദി കേരളത്തിൽ നിന്നുള്ള ദൃശ്യമാണ്, പർദ്ദയിട്ട മുസ്ലിം സ്ത്രീകൾ പർദ്ദയിടാത്ത ഒരു സ്ത്രീയെ വഴക്ക് പറയുകയാണ് എന്ന നിലയിൽ ഇത് കേരളത്തിൽ ഇസ്ലാമിക് തീവ്രവാദം വളർന്നു വരുന്നതിൻ്റെ ഒരു ദൃഷ്ടാന്തമായി കണ്ടുകൊണ്ട് ഒരുപാട് നേരം ചർച്ച നടത്തിയിരുന്നു. യഥാർത്ഥത്തിൽ എന്തായിരുന്നു ആ സന്ദർഭം എന്ന് ചോദിച്ചാൽ, അതിലൂടെ കടന്നു പോകുന്ന ആ ബസ് ആ സ്റ്റോപ്പിൽ നിർത്തുന്നില്ല. അതിൻ്റെ പേരിൽ കുറച്ച് മുസ്ലിം സ്ത്രീകൾ വന്ന് തടഞ്ഞ് ഈ ബസ്സിൽ കയറി ബസ്സിൽ കണ്ടക്ടറോടും ഡ്രൈവറോടും ഒക്കെ തർക്കിക്കുന്ന വിഷ്വലാണിത്. ഇത് വെച്ചിട്ടാണ്. അപ്പോൾ ഈ വിഷ്വലിനെ ഇങ്ങനെ ഒരു തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു സംഗതിയായിട്ട് ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്ത ഒരു രാഷ്ട്രീയ നേതാവ് നമുക്കുണ്ട്. കേരളത്തെക്കുറിച്ച് ഇങ്ങനെ ഒരു ചിത്രം നൽകുന്നതിൽ മുൻനിന്ന ഒരു രാഷ്ട്രീയ നേതാവുണ്ട്. അതിൻ്റെ ചൂട് പിടിച്ചാണ് ഈ ദേശീയ മാധ്യമങ്ങൾ ഇങ്ങനെ ചെയ്തത്. അപ്പം ഞാൻ പറയുന്നത്, വലതുപക്ഷ ആശയങ്ങളെ ഏതെല്ലാം നിലയിൽ ചേർത്ത് പിടിക്കാൻ കഴിയുമോ, അതിനെ എങ്ങനെയൊക്കെ ഇതിലൂടെ അവതരിപ്പിക്കാൻ കഴിയുമോ, ഇത് കേവലമായൊരു സംഗതിയല്ല, ഇത് തന്നെ എല്ലാ രൂപത്തിലും വരും എന്നുള്ളതാണ്. ഈ ഐഡിയോളജി കേവലം വാർത്തയുടെ രൂപത്തിൽ മാത്രമല്ല, ഒരു ടെലിവിഷൻ ചാനലിനെയോ ഒരു മാധ്യമത്തെയോ ബാധിക്കുന്ന എല്ലാ നിലയിലും ഇത് വരാനുള്ള സാധ്യതകളാണുള്ളത്. അതാണ് നമ്മൾ കാണുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ബാബു സാർ, ഞാൻ പ്രമോദേട്ടൻ പറഞ്ഞ ഒരു പോയിന്റ് ഞാൻ തുടക്കത്തിൽ പൂർണ്ണമായി ഞാനും അതിനോട് ചേർന്നതെന്ന് പറയാം. അതായത് കേരളത്തിലുമാണ് സത്യത്തിൽ ഏറെക്കുറെ മാധ്യമങ്ങൾക്ക് പ്രവർത്തിക്കാനും ഏറെക്കുറെ സ്വതന്ത്രമായി നിലകൊള്ളാനും ഏറെക്കുറെ ഈ പറയുന്നത് പോലെ തന്നെ സാമൂഹിക നീതി പോലെയുള്ള, അതല്ലെങ്കിൽ ജെൻഡർ ഇക്വാളിറ്റി പോലെയുള്ള ഏറ്റവും പ്രോഗ്രസീവായിട്ടുള്ള വാല്യൂസിൽ നിന്നുകൊണ്ട് നമുക്ക് ജോലിയെടുക്കാനും പറ്റുന്ന ഒരു പരിസരം കേരളത്തിലുണ്ട് എന്ന് പ്രമോട്ടൻ പറഞ്ഞതിനോട് ഞാനും 100% യോജിക്കുകയാണ്. അതേസമയം ഞാൻ ഉന്നയിച്ച ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, ഈ മാധ്യമങ്ങൾ നിലനിൽക്കണം. അതായത് അത് ഇപ്പോൾ രൂപത്തിലും ഘടനയിലും വന്നിട്ടുള്ള മാറ്റം. മാധ്യമങ്ങൾ ഇപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ ആദ്യത്തെ സ്വകാര്യ ചാനലിൽ നിന്ന് ഇപ്പോൾ ഏറ്റവും പുതിയ ചാനലിലേക്ക് എത്തി നിൽക്കുമ്പോൾ എന്ത് മാറ്റമാണ് യഥാർത്ഥത്തിൽ വാർത്ത കൊടുക്കുന്ന രീതിയിൽ, അതിൻ്റെ സംസ്കാരത്തിൽ, അല്ലെങ്കിൽ അതിനെ ശുദ്ധീകരിക്കുന്ന എന്ത് മാറ്റമാണ് ഉണ്ടായിട്ടുള്ളത്, അല്ലെങ്കിൽ കാതലായ എന്ത് മാറ്റമാണ് ഉണ്ടായിട്ടുള്ളത്? നമ്മൾക്കറിയാം, എല്ലാ ചാനലുകളും ഇപ്പോൾ ഏഷ്യാനെറ്റിന് ശേഷം വന്ന എല്ലാ ചാനലുകളും ഇപ്പോൾ മോർ ആൻഡ് മോർ ഓഫ് ദി സെയിം, ഒരേ തരത്തിലുള്ള, അതിൽ ചെറിയ മാറ്റങ്ങൾ, അല്ലെങ്കിൽ അതിൻ്റെ അവതരണത്തിൽ, അത് ആളുകളെ പിടിച്ചിരുത്തുന്നതിൽ, പ്രേക്ഷകരെ സ്വാധീനിക്കുന്നതിൽ, അവരുടെ കണ്ണിമ വെട്ടാതെ നമ്മളെ കണ്ടിരിക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങൾ എന്നതിനപ്പുറത്ത് വാർത്ത കൈകാര്യം ചെയ്യുന്നതിൽ, വിവരങ്ങൾ കൈമാറ്റം ചെയ്യുന്നതിൽ, വസ്തുതകൾ കണ്ടെത്തുന്നതിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സമൂഹത്തെ ഏതെങ്കിലും തരത്തിൽ മുന്നോട്ട് നയിക്കുന്നതിലൊക്കെ എത്രത്തോളം ഒരു ആധികാരികമായി എന്തെല്ലാം സംഭാവനയാണ് ഈ മാധ്യമങ്ങൾക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത് എന്ന് നോക്കാം. എന്തുകൊണ്ടായിരിക്കാം പുതിയ തലമുറ വാർത്തയുടെ ഒരു പ്രാഥമിക സ്രോതസ്, ഒരു പ്രിലിമിനറി അല്ലെങ്കിൽ പ്രൈമറി സോഴ്സ് എന്ന നിലയിൽ ടെലിവിഷനെ ആശ്രയിക്കാതിരിക്കുന്നത്? കാരണം അവർക്ക് ഇപ്പം ഞാൻ പറയാം, വളരെ ഒപ്പീനിയനേറ്റഡ് ആയിട്ടുള്ളൊരു സൊസൈറ്റിയാണ് നമ്മുടേത്. എല്ലാവർക്കും അവരവരുടെ അഭിപ്രായമുണ്ട്. അല്ലാതെ വാർത്ത കണ്ടോ വിവരങ്ങൾ അറിഞ്ഞോ അല്ല നമ്മുടെ സമൂഹം ഇപ്പോൾ അഭിപ്രായങ്ങൾ രൂപീകരിക്കുന്നത്, അവരുടെ നിരീക്ഷണങ്ങളെ രൂപപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ അവരുടെ ഒരു കാഴ്ചപ്പാടിനെ രൂപപ്പെടുത്തുന്നത്. മറിച്ച് അവർ ഒപ്പീനിയനേറ്റഡ് ആണ്. ഇപ്പം നമുക്കറിയാം, ഓരോരോ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ചില ചാനലുകൾ അല്ലെങ്കിൽ ചില മാധ്യമങ്ങൾക്ക് കിട്ടുന്ന പ്രചാരണം, അവരുടെ ക്ലിപ്പുകൾ വളരെ വേഗം പടർന്നു പിടിക്കുന്നത്. ഇപ്പോൾ ശബരിമല സംഭവമൊക്കെ നമ്മുടെ മുന്നിലുണ്ടല്ലോ. അപ്പോൾ പല കാര്യങ്ങളിലും കേരളത്തിൻ്റെ സമൂഹം നേരത്തെ തന്നെ തീരുമാനിച്ചുറപ്പിച്ച
അവരുടെ ധാരണകളിൽ നിന്നുകൊണ്ട് ഏത് ചാനലിനെ തിരഞ്ഞെടുക്കണം, ഏത് മാധ്യമത്തെ സ്വീകരിക്കണം, ആ തിരഞ്ഞെടുപ്പിലേക്ക് അവർ ഓൾറെഡി ഫോർഗോൺ കൺക്ലൂഷൻ ഉണ്ട് അവർക്ക്. അവർ നേരത്തെ തന്നെ അത് തീരുമാനിച്ച് ഉറപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയൊരു സന്ദർഭത്തിൽ വലിയ വെല്ലുവിളി, വലിയ പ്രതിസന്ധി കേരളത്തിൽ മാധ്യമങ്ങൾ നേരിടുന്നുണ്ട്. അതിനൊരു പ്രധാനപ്പെട്ട കാരണം മാധ്യമ സ്ഥാപനം തുടങ്ങുക എന്നതിന് പിന്നിൽ എപ്പോഴും ഒരു അജണ്ട പ്രവർത്തിക്കുന്നുണ്ട്. അത് പ്രത്യയശാസ്ത്രപരമാകാം, അത് കച്ചവടത്തിൻ്റെ താല്പര്യമാകാം, അതല്ലെങ്കിൽ ഏതെങ്കിലും സമുദായ താല്പര്യമാകാം. ഇങ്ങനെ സ്വതന്ത്രമായ നിലനിൽപ്പിന് അസാധ്യമാക്കും വിധം ആളുകളുടെ താല്പര്യങ്ങൾ, സംഘടനകളുടെ താല്പര്യങ്ങൾ, വ്യക്തികളുടെ താല്പര്യങ്ങൾ, പ്രത്യയശാസ്ത്രത്തിൻ്റെ താല്പര്യങ്ങൾ, ഇതൊക്കെ ഒരു മൂലധന ശക്തിയായി മാധ്യമങ്ങളിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ അവർക്കൊരു മാധ്യമം അനായാസം തുടങ്ങാൻ കഴിയുന്ന ഇക്കാലത്ത് ഇതെല്ലാം സമൂഹത്തെ ഏതെങ്കിലും തരത്തിൽ സ്വാധീനിക്കുക അല്ലെങ്കിൽ സമൂഹത്തെ മുന്നോട്ട് നയിക്കുകയല്ല, അത് മറ്റു തലത്തിൽ വലിയ വിഭജനത്തിൻ്റെ സാധ്യത, അപകടം അതിൻ്റെ വിത്തുപാകലാകും എന്നൊരു ആശങ്ക എനിക്ക് ഈ കാര്യത്തിലുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഒരു റെസ്പെക്റ്റബിലിറ്റി നമുക്ക് നഷ്ടമാകുന്നത്? എന്തുകൊണ്ടാണ് മാധ്യമ സ്ഥാപനങ്ങളെയോ മാധ്യമ പ്രവർത്തകനോ മുൻപത്തെ പോലെ സമൂഹം മുഖവിലേക്കെടുക്കാത്തത്, ഗൗരവത്തിലെടുക്കാത്തത്? ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ചടങ്ങിൽ പോയപ്പോൾ എൻ്റെ സുഹൃത്ത് മറ്റൊരാളെ പരിചയപ്പെടുത്തി. ഗോപികൃഷ്ണനെ പിന്നെ അറിയാമായിരിക്കുമല്ലോ. അപ്പോൾ അയാൾ പറഞ്ഞു, ഇല്ല അറിയില്ല. അല്ല, ചാനലിലുള്ളതാണ്. ഇല്ല, ഞാൻ കണ്ടിട്ടില്ല, ഞാൻ ചാനൽ കാണാറില്ല. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വെച്ച് ചർച്ച നടത്തണം, അതിന് കുറേ ആൾക്കാരെ നിങ്ങൾ കൊണ്ട് ഇരുത്തും. ഇതൊരു 10-40 വയസ്സുള്ള ഒരാളുടെ അഭിപ്രായമാണ്, അയാളുടെ അനുഭവമാണ്. അപ്പോൾ ഞാൻ പറയുന്നത് മാധ്യമങ്ങളെയും മുഖവിലെ ഗൗരവത്തിലെടുക്കുന്നതിലും സമൂഹത്തിന് എന്താണ് വേണ്ടതെന്ന് തിരിച്ചറിയുന്നതിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വലിയ മാറ്റത്തിനുള്ളൊരു സമയം. ഇപ്പം ഞാൻ പറയാം, ഏറ്റവും വലിയ ഒരു സംഭവം ഇപ്പം നടക്കുന്നത് മാധ്യമങ്ങളെ ഡിസ്ക്രെഡിറ്റ് ചെയ്യാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങളാണ്. എന്തെല്ലാം മാർഗങ്ങളാണ്. ഇപ്പോൾ ആദ്യം തന്നെ ഒരു ചർച്ചയ്ക്ക് വിളിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ, നിങ്ങൾ തെറ്റാണ്, നിങ്ങൾ കൊടുത്തത് തെറ്റായ വാർത്തയാണ്, ഇതാ എൻ്റെ കയ്യിൽ ശരിയായ വാർത്തയുണ്ട്, ഈ സോഷ്യൽ മീഡിയയിൽ ഒരു ക്ലിപ്പ് എടുത്ത് കാണിക്കും, ഇതാണ് സത്യം, നിങ്ങൾ കൊടുക്കുന്ന തെറ്റാണ്. അപ്പോൾ ഡിസ്ക്രെഡിറ്റ് ചെയ്യാൻ, അതായത് മാധ്യമങ്ങൾ നടത്തുന്ന പ്രവർത്തനങ്ങൾ ആവശ്യമില്ല, സമൂഹത്തിൽ വേറെ സത്യം പറയുന്ന വേറെ ഒരുപാട് മാർഗങ്ങളുണ്ട് എന്ന് കാണിച്ച് ഇതിനെ ഡിസ്ക്രെഡിറ്റ് ചെയ്യാനുള്ള ശ്രമങ്ങൾ വളരെ ബോധപൂർവം കേരളത്തിൽ നടക്കുന്നുണ്ട്. അതിന് സമൂഹ മാധ്യമങ്ങളിൽ ഇവരുടെ ഈ വാർ ഗ്രൂപ്പുകളും ഇവരുടെ ചാവേറുകളുമുണ്ട്. രാഷ്ട്രീയ സംഘടനകൾ അതിന് നേതൃത്വം കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊരു വലിയ അപകടമാണ്. കാരണം എന്തെങ്കിലും ഒന്ന് ഭരണപക്ഷത്തെ വിമർശിച്ചാൽ അപ്പോൾ നിങ്ങൾ കോൺഗ്രസിന് വേണ്ടി സംസാരിക്കുന്നു, അല്ലെങ്കിൽ BJPക്ക് വേണ്ടി സംസാരിക്കുന്നു. ദേശീയ തലത്തിൽ BJPയുടെ നയങ്ങൾക്കെതിരെ സംസാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരനാണ്, നിങ്ങൾ കമ്മിയാണ്. ഇങ്ങനെ ബ്രാൻഡ് ചെയ്തുകൊണ്ട് മാധ്യമ പ്രവർത്തകരെ, മാധ്യമ സ്ഥാപനങ്ങളെ അവർക്ക് അജണ്ടയുണ്ടെന്നും അവരെ ബോധപൂർവം ബ്രാൻഡ് ചെയ്തുകൊണ്ട് ഡിസ്ക്രെഡിറ്റ് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇനി വരുന്ന കാലത്ത് വലിയ പ്രയാസമായിരിക്കും ഒരു മാധ്യമ പ്രവർത്തകനോ ഒരു മാധ്യമ സ്ഥാപനത്തിനോ വിശ്വാസ്യത എന്ന് പറയുന്നത്, ക്രെഡിബിലിറ്റി എന്ന് പറയുന്നത് നേടിയെടുക്കാൻ. ഇപ്പോൾ പ്രമോദേട്ടനൊക്കെ തുടങ്ങിയ സമയത്ത് എനിക്കറിയാം വളരെ ആരാധനയോടുകൂടിയും ബഹുമാനത്തോടുകൂടിയും സമൂഹം അവരെയൊക്കെ നോക്കിക്കണ്ടൊരു സമയമുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമ്മളൊക്കെ ഈ ജോലി അവസാനിപ്പിക്കുമ്പോൾ ഒരുപക്ഷെ ഏറ്റവും മോശമായ അനുഭവങ്ങളിലൂടെ ചിലപ്പോൾ ജോലി അവസാനിപ്പിക്കേണ്ടി കൂടി വന്നേക്കാം. കാരണം പുതുതലമുറ ആ നിലയ്ക്ക് നമ്മളെ ഗൗരവത്തിലെടുക്കുന്നേ ഇല്ല. അപ്പോൾ അതിന് മാറ്റം വരുന്ന തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടാകണം എന്നാണ് ബാബു സാർ എനിക്ക് തോന്നുന്നത്. ഈ 30 വർഷം എന്നത് ഈ സത്യത്തിലൊരു ചാനലിനെ മാധ്യമത്തെ സംബന്ധിച്ച് വളരെ ചെറിയൊരു കാലയളവാണ്. അതിന് ഒരുപാട് മാറ്റങ്ങൾ, അതൊരു ശൈശവദശ പിന്നിട്ടിട്ടേ ഉള്ളൂ കേരളത്തിൽ ദൃശ്യമാധ്യമങ്ങൾ. ഒരുപാട് സാധ്യതകൾ ഇനിയുമുണ്ട്. ഇനി വരുന്ന കാലത്ത് ആരാണ് ദ റിയൽ ഫാക്ട്, യഥാർത്ഥ വസ്തുത ആര് പറയുന്നു എന്നതിലേക്ക് ശ്രദ്ധ തിരിയാൻ സമൂഹത്തിന് കഴിയണം. അത് പറയുന്ന ആൾക്കും സ്ഥാപനത്തിനുമായിരിക്കും നിലനിൽപ്പ് ഉണ്ടാകേണ്ടത്. അങ്ങനെ ഒരു നല്ല മാധ്യമ പ്രവർത്തനത്തിൻ്റെ കാലം അത് വീണ്ടും, ഇപ്പോൾ അഭിലാഷ് പറഞ്ഞതുപോലെ നമുക്ക് 90കളിലേക്ക് തിരിച്ചു പോകാൻ പറ്റില്ല, നമുക്ക് പഴയ സാങ്കേതിക വിദ്യയിലേക്ക് തിരിച്ചു പോകാൻ പറ്റില്ല, നമുക്ക് മുന്നോട്ട് തന്നെ നടക്കണം. പക്ഷെ മുന്നോട്ട് നടക്കുന്നത് പ്രകാശത്തിലേക്കായിരിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന് നമ്മളെക്കാൾ ഉത്തരവാദിത്വം ഇനി വരുന്ന തലമുറയ്ക്കുണ്ട്. പണം, നല്ല സൗകര്യങ്ങൾ, അതൊക്കെ അവർക്ക് വേണം. മാധ്യമപ്രവർത്തനം അങ്ങനെ വലിയ പണം നൽകുന്നതോ വലിയ സമ്പത്ത് നൽകുന്നതോ ഒന്നും ആയിട്ടുള്ള പണിയല്ല. അപ്പോൾ അതിലേക്ക് വരുന്ന ആളുകൾക്ക് അതിനൊക്കെ പറ്റുന്നൊരു സാഹചര്യം ഉണ്ടാകണം. ഒരു പൊളിച്ചെഴുത്തിനുള്ള സമയമായിട്ടുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുന്നതാണ് കേരളത്തിലെ ഇപ്പോഴത്തെ മാധ്യമങ്ങൾ നേരിടുന്ന വെല്ലുവിളികൾ. താങ്ക് യു ഗോപി. നിങ്ങൾ ഇന്നലെ പലരും സർദേശായിയുടെ പ്രസംഗം ഇന്നലെ കേട്ട് കാണുമായിരിക്കും. അദ്ദേഹം ഇന്നലെ ഔന്നത്യത്തിൽ നിൽക്കുന്ന ഒരു ഐക്കോണിക്കായിട്ടുള്ള ഒരു മാധ്യമപ്രവർത്തകനാണ്. അദ്ദേഹം ഇന്നലെ പറഞ്ഞത്, യഥാർത്ഥ പത്രപ്രവർത്തകന്, വസ്തുത അന്വേഷിക്കുന്ന പത്രപ്രവർത്തകന്, ആ പത്രപ്രവർത്തക വംശത്തിന് അല്ലെങ്കിൽ ആ മാധ്യമങ്ങളുടെ വംശത്തിന് വംശനാശം നേരിടില്ല എന്നുള്ള നിലയിലാണ് പറഞ്ഞത്. ഗോപികൃഷ്ണൻ പങ്കുവയ്ക്കുന്ന ആ ഒരു വലിയ ഒരു കൺസേൺ, അതായത് ക്രെഡിബിലിറ്റി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ
എത്രമാത്രം എൻഗേജിങ് ആണെങ്കിലും എത്രമാത്രം റേറ്റിംഗ് കിട്ടിയാലും ആ മാധ്യമത്തിന് ഒരാൾ എത്ര കേമനാണെങ്കിലും അയാൾ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് പറഞ്ഞാൽ തീർന്നു അയാളുടെ ഒരു നിലനിൽപ്പ് എന്ന് പറയുന്നത് പോലെ ഒരു അവസ്ഥയിലേക്ക് ഈ മത്സരവും ബാഹ്യശക്തികളുടെ, അത് മൂലധനമാവട്ടെ വിഭാഗീയതയാവട്ടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സമ്മർദ്ദങ്ങൾ എത്തിച്ച് അതിൻ്റെ ഒരു ബബിളിൽ ജീവിക്കേണ്ടി വരുന്ന മാധ്യമങ്ങളാണോ ഇനിയുള്ള 10 വർഷങ്ങളിലേക്ക് നിലനിൽപ്പിനായി കൈകാലിട്ടടിക്കേണ്ടി വരുന്നത്? അഭിലാഷ് എന്ത് പറയുന്നു? ഇവിടെ ഇപ്പോൾ സൂചിപ്പിച്ച കാര്യം, അങ്ങനെ ഒരു ക്രെഡിബിലിറ്റി ക്രൈസിസ് എന്നുള്ള കാര്യത്തെ നമ്മൾ 2 തരത്തിൽ കാണണം എന്നുള്ളതാണ് എൻ്റെ കാഴ്ചപ്പാട്. ഒന്ന്, മീഡിയ ബാഷിംഗ് വലിയ തോതിൽ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ലൂസിഫർ എന്ന് പറയുന്ന സിനിമയിൽ ഇന്ദ്രജിത്തിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ സീനിൽ പുള്ളി പറയുന്നുണ്ട്, കേരളത്തിലെ സമൂഹത്തെ നോക്കി ഇവിടെ മനുഷ്യരല്ല സംഘികളും സുഡാപ്പികളും കൊങ്ങികളും ഒക്കെയാണുള്ളത് എന്ന്. നമ്മളിപ്പോൾ ഒരു സമൂഹത്തെ നോക്കിക്കാണുമ്പോൾ ഇവിടെ ശ്രീ ഗോപി പറഞ്ഞതുപോലെ ഒപ്പീനിയഡ് ആയിട്ടുള്ളൊരു സമൂഹമാണ് നമ്മളിത്. അഭിപ്രായ രൂപീകരണം നടത്തേണ്ട ബാധ്യത മാധ്യമങ്ങൾക്കുണ്ട്. അപ്പോഴും നമ്മൾ ഈ രാഷ്ട്രീയ കക്ഷികളുടെയോ അതല്ലെങ്കിൽ മറ്റ് വിഭാഗങ്ങളുടെയോ കൃത്യമായ സ്ഥാപിത താല്പര്യവും മുൻവിധികളുമുള്ള ട്രോളുകളെ അല്ലെങ്കിൽ ആ മാസിനെ മാത്രം കാണരുത് എന്ന അഭിപ്രായം അക്കാര്യത്തിൽ എനിക്കുണ്ട്. അതിനപ്പുറത്തുള്ളൊരു സമൂഹവും നിശ്ചയമായും കേരളത്തിലുണ്ട്. ഇപ്പോൾ ബാർക്കിൻ്റെ കണക്കനുസരിച്ച് കേരളത്തിലെ വാർത്താ ടെലിവിഷൻ ചാനലുകളുടെ വ്യൂവർഷിപ്പ് കൂടുകയാണ്, കുറയുകയല്ല. അതായത് കാണുന്ന ആളുകളുടെ എണ്ണവും ആവറേജ് ടൈം സ്പെൻഡും. ഈ കോവിഡ് കാലത്തെ കുറേ കാലം വീട്ടിലിരുന്ന സമയമാണല്ലോ വലിയ കൂടുതൽ കാഴ്ചക്കാരുണ്ടായ സമയം. അതിന് തുല്യമായ നിലയിലാണ് ഇപ്പോഴും. ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ച ഒരു കാര്യം വളരെ ശരിയാണ്, കേരളം കൂടുതൽ പ്രായമായിക്കൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനമാണ്. അപ്പോഴും നമ്മൾ കാണേണ്ടത് കേരളത്തിൻ്റെ ലൈഫ് എക്സ്പെക്റ്റൻസി എന്ന് പറയുന്നത് 75 വയസ്സിന് മുകളിലാണ്. ഈ 40 വയസ്സിന് മുകളിലുള്ളവരാണ് ടെലിവിഷനിൽ കാണുന്ന ആളുകൾ എന്ന് പറയുമ്പോഴും നമുക്കൊരു വയോജനങ്ങൾ എന്ന് വിളിക്കാമോ എന്നറിയില്ല. എന്തായാലും 40 വയസ്സിൽ കൂടുതലുള്ള ആളുകളുടെ ഒരു വലിയ സമൂഹം നമ്മുടെ മുമ്പിൽ ഉണ്ട് എന്നുള്ളത് വസ്തുതയാണ്. ഇപ്പോൾ എക്കണോമിസ്റ്റുകളൊക്കെ പറയുന്നത് കെയർ എക്കോണമിക്ക് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു സംസ്ഥാനം കൂടിയാണ് കേരളം എന്നാണ്. അപ്പോൾ ഔട്ട്വാർഡ് മൈഗ്രേഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ വലിയൊരു ജനസമൂഹം ഇവിടെയുണ്ട്. അവർ ടെലിവിഷൻ കാണുന്നവരായ ഒരു വലിയ സമൂഹം ഇവിടെ ഉണ്ട് എന്നുള്ളതുകൊണ്ടാണല്ലോ 10 ന്യൂസ് ചാനലുകൾ ഇവിടെ പ്രവർത്തിക്കുന്നത്. കണക്കനുസരിച്ച് ടെലിവിഷൻ കാണുന്നവരുടെയും അതുപോലെ കാണുന്ന സമയവും ഇത് രണ്ടും കൂടുകയാണെന്നാണ് പറയുന്നത്. ഒപ്പം ഈ യങ്സ്റ്റേഴ്സിന് വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ തന്നെ മാധ്യമപ്രവർത്തകർക്ക് തന്നെ ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ നമ്മൾ കൂടുതൽ കണ്ടന്റ് കൊടുക്കണം. സാറ്റലൈറ്റ് ടെലിവിഷൻ എന്നുള്ള നിലയിൽ കണ്ടന്റ് കൊടുക്കുന്നതിൻ്റെ വേറൊരു രൂപം നമ്മൾ ഇൻസ്റ്റഗ്രാമിലും അല്ലെങ്കിൽ ഫേസ്ബുക്കിലും മറ്റ് സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലും ഒക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ വിഭാഗങ്ങളെയും അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ് ഈ സാധിക്കുന്ന ഒരു കാര്യം. ഇവിടെ ബാബു സാറ് സൂചിപ്പിച്ചൊരു പ്രധാനപ്പെട്ട വിഷയം മാധ്യമപ്രവർത്തകരുടെ ക്രെഡിബിലിറ്റി എന്നുള്ളതാണ്. ഇപ്പോൾ രാജ്ദീപ് സർദേശായി ഇന്നലെ ഇവിടെ വരുന്നുണ്ട് എന്ന് അറിഞ്ഞിട്ട് ഇപ്പം എനിക്ക് ജോലിയുള്ള ദിവസമാണ്, എനിക്ക് വരാൻ പറ്റുമോ എന്ന് ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷേ വരാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഒരു മാധ്യമപ്രവർത്തകൻ കൊച്ചിയിൽ വരുന്നുണ്ട് എന്ന് അറിഞ്ഞ് നമുക്ക് തിരുവനന്തപുരത്ത് നിന്ന് വരാൻ തോന്നുന്നത് അദ്ദേഹത്തിന് ക്രെഡിബിലിറ്റി ഉള്ളതുകൊണ്ടാണല്ലോ. രാജ്ദീപിൻ്റെ പുതിയ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഇപ്പോൾ രവീഷ് കുമാർ അദ്ദേഹം ഈ NDTV അദാനി ടേക്ക് ഓവർ ചെയ്ത ആ സമയം രാജിവെച്ച് പുറത്തിറങ്ങി രവീഷ് കുമാർ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാണ്. അദ്ദേഹം യൂട്യൂബ് ചാനൽ തുടങ്ങി 24 മണിക്കൂറിനകം 2 മില്യൺ ക്രോസ് ചെയ്തു അദ്ദേഹത്തിൻ്റെ സബ്സ്ക്രിപ്ഷൻ. 10 ദിവസത്തിനുള്ളിൽ അത് 10 മില്യണിലേക്ക് പോയി. അപ്പോൾ ഹിന്ദിയിൽ വാർത്താമാധ്യമ പ്രവർത്തനം നടത്തിയ ഒരു മനുഷ്യൻ ഒറ്റയ്ക്കൊരാളായി ഇറങ്ങി പുറത്തുനിന്ന് ഒരാളായി ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയാൽ ഒരു ദിവസത്തിനകം 2 മില്യൺ ആളുകൾ സബ്സ്ക്രൈബേഴ്സായി വരുന്ന തരത്തിലുള്ള ക്രെഡിബിലിറ്റി അദ്ദേഹത്തിന് ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അങ്ങനെ ആ തരത്തിൽ ക്രെഡിബിലിറ്റി ഉള്ള എത്രയോ മാധ്യമ പ്രവർത്തകർ നമ്മുടെ ഇടയിലുണ്ട്. ധ്രുവ് രാത്രി എന്ന മാധ്യമപ്രവർത്തകനെ അല്ലാത്ത സിവിൽ എഞ്ചിനീയറിംഗ് പഠിച്ച ചെറുപ്പക്കാരൻ്റെ 29 വയസ്സ് മാത്രം പ്രായമുള്ള ചെറുപ്പക്കാരൻ്റെ 2 വീഡിയോകൾ 50 മില്യൺ ആളുകളാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് 2 ആഴ്ചക്കുള്ളിൽ കണ്ടത്. അപ്പോൾ ഇന്ത്യ പോലൊരു സമൂഹത്തിൽ, ഇന്ത്യ എന്ന് പറയുന്ന സമൂഹം നമുക്കറിയാം 70 കോടി ജനങ്ങൾക്ക് ഡിജിറ്റൽ ആക്സസ് ഉള്ള ഒരു രാജ്യമാണ്. അവിടെ ഇത്രയധികം വലിയ വ്യൂവർഷിപ്പ് ഒരു ചെറുപ്പക്കാരൻ 28-29 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതിനർത്ഥം പുതിയ തലമുറയാണ് ഇത് കാണുന്നത് കേട്ടോ. പുതിയ തലമുറയ്ക്ക് അങ്ങനെ ഒരു ആ നിലയ്ക്ക് പിന്നെ എന്തുകൊണ്ടൊരു ധ്രുവ് രാട്ടി കേരളത്തിൽ ഉണ്ടാവുന്നില്ലെന്ന് ചോദിച്ചാൽ എന്തുകൊണ്ടാണ് ഒരു ധ്രുവ് രാട്ടി അല്ലെങ്കിൽ രവീഷ് കുമാർ നോർത്ത് ഇന്ത്യയിൽ ഉണ്ടായെന്നുള്ളത് നമ്മൾ ആലോചിക്കണം. അവിടെ ടെലിവിഷൻ വളരെ പാർട്ടിസാനായ ഭരണകൂടത്തിൻ്റെ ശബ്ദം മാത്രം കേൾപ്പിക്കുന്ന, ഇവിടെ നേരത്തെ പ്രൊമോട്ടർ സൂചിപ്പിച്ചതുപോലെ ഭരണകൂട പ്രത്യയശാസ്ത്രത്തിൻ്റെ
കുഴലൂത്തുകാരും പ്രചാരകരുമായ മാറിയ ഘട്ടത്തിൽ നിങ്ങൾക്ക് ആധികാരികതയില്ല, നിങ്ങൾ സർക്കാർ വിലാസ മാധ്യമങ്ങളാണെന്ന് തിരിച്ചറിയുന്ന ജനങ്ങൾ ധ്രുവറാട്ടിയെ പോലുള്ള ആളുകളെ കണ്ടെത്തുന്നുണ്ട്, അവരെ ഫോളോ ചെയ്യുന്നുണ്ട്, അവരുടെ ആ ക്രെഡിബിലിറ്റിയെ മതിക്കുന്നുണ്ട്. അതുപോലെ കേരളത്തിൽ അത്രയും പാർട്ടിസാൻ അല്ല കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങൾ എന്നുള്ളതുകൊണ്ടാണ് ഇവിടെ ധ്രുവറാട്ടിമാർ ഉണ്ടാവാത്തത്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സെൻസേഷൻ ഉണ്ടാവാത്തതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോഴും മുഖ്യധാരാ മാധ്യമങ്ങൾക്കും അതിലെ പ്രവർത്തകർക്കും ആധികാരികതയും വിശ്വാസ്യതയും ഉള്ളതുകൊണ്ടാണ് കേരളത്തിൽ സമാന്തര മാധ്യമങ്ങൾ ഈ മട്ടിൽ ഫ്ലറിഷ് ചെയ്യാത്തത് എന്നുള്ളത് കൂടി കാണണം. എന്നിത് സമ്പൂർണ്ണമായി തകരുന്നോ, മുഖ്യധാരാ മാധ്യമങ്ങളുടെ ആധികാരികത തകരുന്നോ, അന്ന് ഇവിടെയും സമാനമായ വിധത്തിലുള്ള ഒരു വിപ്ലവം ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഞാൻ ഇക്കാര്യത്തിൽ പൂർണ്ണമായും ഹതാശനല്ല. നിശ്ചയമായി നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ നിർബന്ധിതരാവുന്ന ചില സാഹചര്യങ്ങളുണ്ട്. അത് ഈ പറയുന്ന മത്സരം കൊണ്ടാണ്. ഈ മത്സരത്തിൽ നമുക്ക് മാറി നിൽക്കാൻ പറ്റില്ല, മാറി നിന്നിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മൾ നിർബന്ധിതമാവുന്ന, അതായത് ആളുകളെ പിടിച്ചു നിർത്താൻ വേണ്ടി നമ്മൾ നിർബന്ധിക്കപ്പെടുന്ന ചില സാഹചര്യങ്ങൾ ഉള്ളപ്പോൾ പോലും വിശ്വാസ്യത എന്ന് പറയുന്ന ഘടകം അവിടെ ഉണ്ട്. അത് ഏറിയും കുറഞ്ഞു ഇരിക്കും. അത് സമ്പൂർണ്ണമായി തകർന്നു പോകുന്ന ഒരു സാഹചര്യം ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. താങ്ക് യു അഭിലാഷ്. വാസ്തവത്തിൽ 2 വാക്കുകൾ ഇതിൻ്റെ സംഗ്രഹമായിട്ട് എടുത്തിട്ട് നമുക്ക് വിദ്യാർത്ഥികളിലേക്ക് പോകാം. കാരണം വളരെ വലിയൊരു ആശയക്കുഴപ്പത്തിലായിരിക്കും അവരിയ്ക്കുന്നത്. വ്യത്യസ്തമായ ആംഗിളുകളിലൂടെ സമീപിക്കുമ്പോൾ ചാനലുകളുടെയും വാർത്തകളുടെയും ഒക്കെ സാധ്യതകളും അതിൻ്റെ ഭാവിയെക്കുറിച്ചൊക്കെയുള്ള ആശങ്കകൾ, അതിനെക്കുറിച്ച് നിങ്ങൾക്ക് പലതും ചോദിക്കാനുണ്ടാവും. 2 വാക്കുകൾ, വിശ്വാസ്യത, ആധികാരികത. ഈ 2 വാക്കുകളെയും ഇന്നലെ സർദേശായി പറഞ്ഞ നല്ല പത്രപ്രവർത്തനത്തിന് ഭാവിയുണ്ട്, നിലനിൽപ്പുണ്ട് എന്നുകൂടി കൂട്ടിച്ചേർത്ത് കഴിയുമ്പോൾ പ്രത്യാശയുടെ ഒരു സിൽവർ ലൈൻ ഈ ചർച്ചയുടെ അവസാനത്തിലേക്ക് വേണമെങ്കിൽ ചേർത്ത് വായിക്കാം. ഇനി ബാക്ക് ടു മിന്ന മിസ്. I think the floor is now open for questions. Yes. ഒരാൾ കൈവക്കിയിട്ടുണ്ട്, ബ്ലൂ ടീഷർട്ട്. നമസ്കാരം, എൻ്റെ പേര് ഷാനു എന്നാണ്. ഞാൻ ഗോപികൃഷ്ണ സാറ് പറഞ്ഞ 2 വാക്കുകളിൽ നിന്നും തുടങ്ങാമെന്നാണ് ആഗ്രഹിക്കുന്നത്. സാറ് സൂചിപ്പിച്ചു, കേരളത്തിലെ മാധ്യമപ്രവർത്തകരുടെ ക്രെഡിബിലിറ്റിയെ ചോദ്യം ചെയ്യുന്നു, അല്ലെങ്കിൽ ആ ക്രെഡിബിലിറ്റിയെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി വലിയ പൊളിറ്റിക്കൽ മാസ് ക്യാമ്പയിൻ നടക്കുന്നു എന്ന് സൂചിപ്പിച്ചു. എനിക്ക് ആ നിലയിലേക്ക് തോന്നുന്നില്ല. നമ്മൾ മാധ്യമപ്രവർത്തകർ വിമർശനത്തിന് അതീതനാണ് എന്നൊരു അഭിപ്രായം വ്യക്തിപരമായിട്ട് എനിക്കില്ല. വിമർശനവും സ്വയം വിമർശനവും ആകുമ്പോഴാണ് അത് നമ്മുടെ ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യമാകുന്നത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. പിന്നെ 2ാമത്തെ കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞത്, എന്താണ് വാർത്ത, ആർക്ക് വേണ്ടിയാണ് വാർത്ത എന്നുള്ളതാണ്. എനിക്ക് അത് തന്നെയാണ് ചോദിക്കാനുള്ളത്. എന്താണ് വാർത്ത, ആർക്ക് വേണ്ടിയിട്ടാണ് വാർത്ത എന്നുള്ളതാണ്. കേരളത്തിലെ മാധ്യമപ്രവർത്തനത്തിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ നാളിന്ന് വരെ, അതിൻ്റെ ആരംഭം മുതൽ ഇന്ന് വരെ കേരളത്തിലെ മാധ്യമങ്ങൾ സ്വീകരിച്ചു വരുന്ന ഒരു വലിയ ഇടതുവിരുദ്ധതയുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു കൃത്യമായ കാരണക്കാരനെ എഴുതി വെച്ച് ആത്മഹത്യാക്കുറിപ്പ് എഴുതി മരണത്തിലേക്ക് നയിക്കേണ്ടി വന്ന ഹതഭാഗ്യനായ ഒരു അച്ഛൻ്റെയും മകൻ്റെയും വാർത്ത കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മുടെ മാധ്യമങ്ങളിൽ വന്നിരുന്നു. അതിന് കാരണക്കാരനായ ഒരു കോൺഗ്രസ് MLA പേര് ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. അതുപോലെ തന്നെ കഴിഞ്ഞ അത് പറയുമ്പോഴും കോവിഡ് ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് ഓട്ടോ കൂലിക്ക് വേണ്ടി 2 രൂപ അല്ലെങ്കിൽ 10 രൂപ പിരിവെടുത്ത ഓമനക്കുട്ടനെ ഇവിടെ ആർക്കും മറന്നു പോകും എന്നും എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സൂചിയിൽ നൂൽ കോർക്കുന്നത് പോലെ ആ നിലയിലേക്ക് കേരളത്തിൽ ഒരു വിഭാഗത്തെ അഗ്നിശുദ്ധിക്ക് വിധേയമാക്കുകയും എന്നാൽ മറ്റൊരു വിഭാഗത്തെ ഈ പറയുന്ന വളരെ സേഫ് സോണിലിരുന്ന് ഒരു തരത്തിലേക്കുള്ള ക്രിറ്റിസിസത്തിന് വിധേയമാവാതെ സേഫ് സോണിലിരുന്ന് പ്രവർത്തനം നടത്തുകയും ഒരു വിഭാഗത്തെ, കേരളത്തിൽ ഇടതുപക്ഷത്തെ അല്ലെങ്കിൽ ഇടതു വിഭാഗത്തെ മാത്രം കൃത്യമായി ഓഡിറ്റ് ചെയ്യുകയും ചെയ്യപ്പെടുന്നതിൻ്റെ ഒരു യുക്തിയാണ് എനിക്ക് മനസ്സിലാവാത്തത്. നാളെ ഗോവിന്ദച്ചാമി വന്ന് കേരളത്തിലെ ഇടതുപക്ഷത്തിനെതിരെ സംസാരിച്ചാൽ അദ്ദേഹത്തെയും ഇവിടുത്തെ മാധ്യമങ്ങൾ എടുത്ത് വെച്ച് ഉപയോഗിക്കപ്പെടുന്നതിൻ്റെ യുക്തിയാണ് എനിക്ക് മനസ്സിലാവാത്തത്. അത് ചോദിക്കാനുള്ള ചോദ്യം എന്ന് പറയുന്നത്, എന്താണ് വാർത്ത, ആർക്ക് വേണ്ടിയാണ് വാർത്ത എന്നുള്ളതാണ്. മോൻ്റെ പേരൊന്ന് പറയൂ. ഷാനു. ഓക്കെ. ഷാനു, ഒന്നാമത്തെ കാര്യം, കേരളത്തിലെ മാധ്യമങ്ങളെ വിശ്വാസ്യതയെ ഇല്ലാതാക്കാൻ പൊളിറ്റിക്കലി ഒരു മാസ് ക്യാമ്പയിൻ നടത്തുന്നു എന്നല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് മാധ്യമങ്ങളുടെ വിശ്വാസ്യതയെ ഇല്ലാതാക്കുന്നതിന്, ഡിസ്ക്രെഡിറ്റ് ചെയ്യാൻ ഉള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അത് പല രീതിയിലാണ്. അത് മുഖംമൂടി ഇട്ടവരുണ്ട്, മുഖംമൂടി ഇടാതെ നടത്തുന്നവരുണ്ട്. കേരളത്തിലെ കഴിഞ്ഞ 50 വർഷത്തിൻ്റെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ, നമ്മളിന്ന് കേരളം നേരിടുന്ന പ്രശ്നങ്ങൾ താങ്കൾക്കറിയാമല്ലോ. അതായത് നമ്മൾ
നമ്മൾ പരിസ്ഥിതിയുടെ കാര്യത്തിൽ നമ്മൾ നേരിടുന്ന പ്രശ്നം, തൊഴിലില്ലായ്മയുടെ കാര്യത്തിൽ നമ്മൾ നേരിടുന്ന പ്രശ്നം, അതേപോലെ തന്നെ ഭാവി കേരളം എന്തായാലും ഇപ്പോൾ വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവ് എന്ന നിലയിൽ കേരളത്തെ വീണ്ടും പുനർനിർമ്മിക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള നീക്കങ്ങൾ, കേരളം ഇന്ന് എത്തിപ്പെട്ടിരിക്കുന്ന, അതായത് ഞാനും താങ്കളും ഉൾപ്പെടുന്ന നമ്മുടെ നാടായ ഈ കേരളം ഇന്ന് എത്തി നിൽക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഒറ്റ കാരണമേ ഉള്ളൂ: രാഷ്ട്രീയ നേതൃത്വം. അങ്ങനെ ഞാൻ പറയാൻ കാരണം, കേരളത്തിലെ വികസനവുമായി ബന്ധപ്പെട്ട നയരൂപീകരണത്തിൻ്റെ എല്ലാ തീരുമാനങ്ങളും ആധികാരികവും ആത്യന്തികവുമായി കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വങ്ങൾ എടുത്തിട്ടുള്ളതാണ്, ഇറസ്പെക്റ്റീവ് ഓഫ് പൊളിറ്റിക്കൽ പാർട്ടീസ്. അത് ഇടത് മുന്നണിയാണോ, അതോ UDF ആണോ, അല്ലെങ്കിൽ മറ്റാരെങ്കിലുമാണോ എന്നുള്ളതല്ല. അതായത് കേരളത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട ചർച്ചകളിലോ കൂടിയാലോചനകളിലോ തീരുമാനങ്ങളിലോ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളെയോ കേരളത്തിലെ ബുദ്ധിജീവികളെയോ കേരളത്തിലെ അതാത് മേഖലകളിലെ എക്സ്പേർട്ടായിട്ടുള്ള ആളുകളെയോ, ഇപ്പോൾ എല്ലാ വിദേശ രാജ്യങ്ങളിലും, അതായത് ഏറ്റവും സമ്പന്നവും അല്ലെങ്കിൽ ഏറ്റവും പ്രോഗ്രസീവുമായി നിൽക്കുന്ന രാജ്യങ്ങളിലെ വികസനവുമായി ബന്ധപ്പെട്ട, ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ, അതിൻ്റെ പ്ലാനിങ്, അതിൻ്റെ ആസൂത്രണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ആ നാട്ടിലെ അതിലെ ഏറ്റവും മികവുറ്റ ആളുകളുടെ അവരുടെ എക്സ്പേർട്ടീസുകളെയും മാധ്യമങ്ങളെയും പൊതുജനങ്ങളുടെ റെപ്രസെൻറ്റേഷനും ഒക്കെ കൊടുത്തുകൊണ്ടാണ് അത് നടത്തിയിട്ടുള്ളത്. അങ്ങനെ ചോദിക്കുമ്പോൾ കേരളത്തിലൊരു ജനാധിപത്യ സംവിധാനം ഇല്ലേ എന്ന് നമുക്ക് സംശയം തോന്നാം. കേരളത്തിലൊരു ജനാധിപത്യ സംവിധാനമുണ്ട്. അത് നമ്മൾ പാർട്ടിയുടെ അടിസ്ഥാനത്തിൽ, അവർ നമ്മളോട് പറയുന്ന വാഗ്ദാനങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ തിരഞ്ഞെടുത്ത് ജയിപ്പിച്ചു വിടുന്ന നിയമസഭയിലും പാർലമെൻറ്റിലുമൊക്കെ പോകുന്ന ആളുകളുണ്ട്. ഞാൻ പറയുന്നത് ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടിയെയോ ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ ലീഡറിനെയോ അല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും ഒരു മാനിഫെസ്റ്റോയെയോ അല്ലെങ്കിൽ അവരുടെ പ്രത്യയശാസ്ത്രത്തെയോ മോശമാണെന്ന അർത്ഥത്തിലല്ല. നമ്മുടെ നാട് എങ്ങനെയായിരിക്കണം, എന്തായിരിക്കണം, ഭാവിയിൽ അത് എങ്ങനെ രൂപപ്പെടണം എന്നതിൻ്റെ ആത്യന്തികമായ തീരുമാനം പൊളിറ്റിക്കൽ ലീഡർഷിപ്പിൻ്റേതാണ്. അപ്പോൾ ആ കാര്യങ്ങളിൽ എന്ത് പ്രശ്നങ്ങൾ വന്നാലും അത് മാധ്യമങ്ങൾ ഏറ്റെടുത്തില്ല, മാധ്യമങ്ങൾ രാഷ്ട്രീയമായി അതിനുപയോഗിക്കുന്നു, മാധ്യമങ്ങൾ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഞങ്ങൾ ഭരിക്കുമ്പോൾ ഞങ്ങൾ ആക്രമിക്കുന്നു അല്ലെങ്കിൽ ഇടതുപക്ഷത്തെ ആക്രമിക്കുന്നു എന്ന് പറയുമ്പോൾ, മാധ്യമങ്ങൾ എല്ലാ കാലത്തും ലോകത്തെവിടെയാണെങ്കിലും അത് സത്യസന്ധമായിട്ടാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ അത് പ്രതിപക്ഷത്തിരുന്നേ പ്രവർത്തിക്കാൻ കഴിയൂ. അത് കേന്ദ്രത്തിൽ BJP ഭരിച്ചാലും കേരളത്തിൽ ഇടതുമുന്നണി ഭരിച്ചാലും UDF ഭരിച്ചാലും പ്രതിപക്ഷത്തെ ഇരിക്കാൻ കഴിയൂ. സോളാർ വിവാദം ഉണ്ടായ കാലത്ത് ഈ ആക്ഷേപം ഉണ്ടായിരുന്നില്ലല്ലോ മാധ്യമങ്ങളെക്കുറിച്ച്. സോളാർ വിവാദം ഉണ്ടായ കാലത്ത് ഈ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുകയും അത് വലിയ ചർച്ചകൾ ദിവസങ്ങളോളം ചർച്ച ചെയ്യുകയും ചെയ്തപ്പോൾ ആരും പറഞ്ഞില്ലല്ലോ ഈ UDF-നെതിരെ മാത്രമാണ് ഇടതുപക്ഷത്തിൻ്റെ കാര്യങ്ങൾ തമസ്കരിക്കുന്നു എന്ന് ആരും പറഞ്ഞില്ലല്ലോ. അപ്പോൾ കേരളത്തിൽ മാധ്യമങ്ങൾ നിലകൊള്ളുന്നത് പ്രതിപക്ഷത്താണ് എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു കാര്യം താങ്കൾ പറഞ്ഞതിനോട് 100% യോജിക്കുന്നു. ഞങ്ങൾ ആരെങ്കിലും മാധ്യമ പ്രവർത്തകരോ മാധ്യമങ്ങളോ വിമർശനങ്ങൾക്ക് അതീതരല്ല. ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങളോടും സമൂഹത്തിനോടും പ്രതിബദ്ധത കാണിക്കേണ്ട ഒരു സംവിധാനവും വിമർശനത്തിന് അതീതമല്ല. അത് ഭരണകൂടത്തിനും ബാധകമാണ്, അത് ഈ സ്കൂളിലെ ഈ കോളേജിലെ മാനേജ്മെൻറ്റിന് ബാധകമാണ്, താങ്കളുടെ വീട്ടിൽ താങ്കളുടെ രക്ഷിതാക്കൾക്ക് ബാധകമാണ്. ആരും തന്നെ വിമർശനങ്ങൾക്ക് അതീതമല്ല. അങ്ങനെ നിൽക്കുമ്പോഴേ ഒരു ജനാധിപത്യം എന്ന സംവിധാനം നിലകൊള്ളൂ. വിമർശിക്കരുതെന്നല്ല ഞാൻ പറഞ്ഞത്. വിമർശിക്കുന്നതും ബോധപൂർവം, നിങ്ങൾ വിമർശിക്കുന്നത് ഒരു കാര്യത്തെ തിരുത്താൻ വേണ്ടിയാണ്. നിങ്ങൾ ഡിസ്ക്രെഡിറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ നിലനിൽപ്പിനെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ്. ഡിസ്ക്രെഡിറ്റ് ചെയ്യുന്നത് ഒരു സംവിധാനത്തെ ഇല്ലാതാക്കുകയാണ്. അങ്ങനെ പൊളിഞ്ഞു പോകുന്ന ഒരു സംവിധാനമാണ് കേരളത്തിലെ മാധ്യമരംഗമെങ്കിൽ പകരം വരാൻ പോകുന്നത് എന്താണ് എന്ന് ആലോചിക്കാനുള്ള വിവേകം മലയാളികൾക്കുണ്ടാകണം, അല്ലെങ്കിൽ ഏത് നാട്ടിലെയും ജനങ്ങൾക്കുണ്ടാകണം. കേരളത്തിലെന്നല്ല, ലോകത്തൊരു സ്ഥലത്തും മാധ്യമങ്ങൾ 100% സത്യസന്ധമായും 100% സാമൂഹിക പ്രതിബദ്ധതയോടും 100% എല്ലാം തികഞ്ഞുമാണ് പ്രവർത്തിക്കുന്നത് എന്നൊന്നുമല്ല ഞാൻ പറഞ്ഞത്. മാധ്യമങ്ങൾക്ക് തെറ്റുപറ്റിയിട്ടുണ്ട്, മാധ്യമങ്ങൾക്ക് ഇനിയും തെറ്റുപറ്റാം, തിരുത്തപ്പെടേണ്ടതാണ്. മാധ്യമങ്ങൾക്ക് അജണ്ടയുണ്ടായിരിക്കാം, അതിൻ്റെ മൂലധന ശക്തികൾക്ക് താല്പര്യങ്ങൾ ഉണ്ടായിരിക്കാം. ഇതൊക്കെ ഉള്ളപ്പോഴും മാധ്യമങ്ങൾ നിലകൊള്ളേണ്ടത് ജനാധിപത്യം എന്ന സംവിധാനം നിലനിൽക്കാൻ ആവശ്യമാണ്. അതിൻ്റെ അടിത്തറ പാകുന്ന ഒന്നാണ് മാധ്യമങ്ങൾക്കുള്ള സ്വാതന്ത്ര്യം. അമേരിക്കയിലുള്ളതുപോലെ കേരളത്തിലെ മാധ്യമപ്രവർത്തകർക്കോ ഇന്ത്യയിലെ മാധ്യമങ്ങൾക്കോ പ്രത്യേകിച്ച് സവിശേഷ അധികാരങ്ങളോ അവകാശങ്ങളൊന്നുമില്ല. ഞങ്ങൾ ഏത് സിറ്റിസണെയും പോലാണ്. വി ആർ ജസ്റ്റ് ലൈക്ക് എനി അതർ സിറ്റിസൺ ഓഫ് ദിസ് നേഷൻ. അതേപോലെ ഞങ്ങൾക്കുള്ളൂ, ഭരണഘടന നൽകുന്ന അവകാശങ്ങളുള്ളൂ. അതിനപ്പുറം എന്തെങ്കിലും ഉണ്ട് എന്ന് കരുതിയിട്ടല്ല ഈ ജോലി ചെയ്യുന്നത്. ഈ ജോലി ചെയ്യുമ്പോൾ നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ചില മൂല്യങ്ങളോടുള്ള നമ്മളുടെ ഒരു വിശ്വാസമുണ്ട്, അതിനോടുള്ള കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. ഇപ്പോൾ തെറ്റുകൾ പറ്റിയിട്ടുണ്ട്, ധാരാളം തെറ്റുകൾ കേരളത്തിൽ മാധ്യമങ്ങൾക്ക് പറ്റിയിട്ടുണ്ട്. ചാരക്കേസ് ഒരു ഉദാഹരണമാണ്. മാധ്യമങ്ങൾ വിമർശിക്കപ്പെട്ടിട്ടുണ്ട്, തിരുത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊന്നും അതിൻ്റെ നിലനിൽപ്പിനെ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള മോട്ടീവ് ആകരുത് എന്നാണ് ഞാൻ പറഞ്ഞത്. രണ്ടാമത്തെ കാര്യം താങ്കൾ ചോദിച്ചത് എന്താണ് വാർത്ത, ആർക്കു വേണ്ടിയാണ് വാർത്ത. നോക്കൂ, വാർത്ത എന്ന് പറയുന്ന കാര്യം
എല്ലാ ആളുകൾക്കും ഇപ്പോൾ നമ്മൾ മാർഷൽ മക്ലൂഹൻ പറഞ്ഞിട്ട് ഇപ്പോൾ ഓൾ ഗുഡ് ന്യൂസ് ആർ ബാഡ് ന്യൂസ് എന്നാണ്. എല്ലാ നല്ല വാർത്തകളും മോശം വാർത്തകളാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് പറയാൻ കാരണം ജനങ്ങൾക്ക് അപ്രിയമാകുന്നതോ ജനങ്ങൾക്ക് സ്വീകരിക്കാൻ കഴിയാത്തതോ അല്ലെങ്കിൽ ജനങ്ങൾ ചിലപ്പോൾ അറപ്പോടുകൂടിയൊക്കെ കാണുന്നതുമായ കാര്യങ്ങളൊക്കെ തന്നെ ജനങ്ങളുടെ ക്യൂരിയോസിറ്റിയെ വളർത്തുന്ന കാര്യങ്ങളായിരിക്കും. അങ്ങനെ ആളുകൾ ഏത് കാര്യത്തിലാണോ ക്യൂരിയസ് ആയിരിക്കുന്നത്, അറിയാൻ അതിയായി ആഗ്രഹിച്ച് നിൽക്കുന്നത്, ആ കാര്യങ്ങളൊക്കെ ജനങ്ങളെ സംബന്ധിച്ച് വാർത്തയാണ്. അതുകൊണ്ടാണ് കേരളത്തിലെ സാമ്പത്തിക രംഗം സംബന്ധിച്ച് അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ സമ്പദ്രംഗം സംബന്ധിച്ച് ഏതെങ്കിലും ഒരു പത്രത്തിലോ ചാനലിലോ ഒന്നാം പേജിലോ ആദ്യ വാർത്ത കൊടുത്താൽ ശ്രദ്ധിക്കാതിരിക്കുകയും നേരെ മറിച്ച് അച്ഛൻ മകനെ വെട്ടിക്കൊന്നു എന്ന് പറയുന്ന വാർത്തയ്ക്ക് ശ്രദ്ധ കിട്ടുകയും ചെയ്യുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ എന്താണ് വാർത്ത എന്ന കാര്യത്തിൽ മാധ്യമങ്ങളെ തിരുത്തേണ്ട ഉത്തരവാദിത്വം കൂടി സമൂഹത്തിനുണ്ട്. അതിനെന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ അത്തരം വാർത്തകൾ വരുമ്പോൾ നിങ്ങളതിനെ തള്ളിപ്പറയണം, നിങ്ങൾ ബഹിഷ്കരിക്കണം, നിങ്ങൾ മാധ്യമങ്ങളെ തിരുത്തണം. ഇപ്പോൾ കേരളത്തിന് വേണ്ട, നമ്മുടെ നാടിന് വേണ്ട ആവശ്യങ്ങൾ എന്താണ്, നമ്മുടെ നാടിനെ എങ്ങനെയാണ് പുരോഗതിയിലേക്ക് കൊണ്ടുവരുന്നത്, നമ്മുടെ യുവാക്കൾക്ക് വേണ്ട പ്രശ്നങ്ങൾ എന്താണ്, കേരളത്തിൻ്റെ അടിസ്ഥാന ഇഷ്യൂസ് എന്താണ്, ഇതൊക്കെ ഒരു ഡിബേറ്റിലേക്ക് കൊണ്ടുവരികയും അഭിപ്രായ രൂപീകരണത്തിന് ആക്കം കൂട്ടുകയും ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉത്തരവാദിത്തം. പക്ഷെ നിർഭാഗ്യവശാൽ കേരളത്തിൽ അതെല്ലാം പൊളിറ്റിസൈസ് ചെയ്യപ്പെട്ട് കാണപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വാർത്ത എന്താണ്, അതിൻ്റെ നിർവചനത്തിൽ അത് ആർക്കാണ് കൊടുക്കേണ്ടതെന്ന കാര്യത്തിലൊക്കെ ഒരു മാറ്റം ആവശ്യമാണ് എന്ന് ഞാൻ പറഞ്ഞത് സ്വയം വിമർശനപരമായിട്ടാണ്, അഹംഭാവത്തിലല്ല. താങ്ക് യു. I think we'll take 2 more questions. എൻ്റെ ക്വസ്റ്റ്യൻ അഭിലാഷ് സാറിനാണ്. സർ, എനിക്കൊരു ചോദ്യമുണ്ട്. നമ്മുടെ ന്യൂസ് ചാനൽസ് എങ്ങനെയായിരിക്കും 5-10 ഇയേഴ്സ് കഴിഞ്ഞിട്ട് അത് കാണുമോ അതോ കാണുമില്ലേ? കാരണം ഇപ്പം ഒരു 2-3 ഇയേഴ്സ് കഴിയുമ്പോൾ എല്ലാവരും ന്യൂസ് ചാനൽസോ സോഷ്യൽ മീഡിയയിലോട്ട് കയറും. അപ്പം ഇൻഫർമേഷൻ നമുക്ക് സോഷ്യൽ മീഡിയ കിട്ടും. ഇപ്പോൾ TV ആയിട്ട് ഓണാക്കി കാണുന്ന അങ്ങനൊരു ക്വസ്റ്റ്യൻ എനിക്കുണ്ട്. അപ്പം ഐ വോണ്ട് ആൻ ഒപ്പീനിയൻ ഫ്രം യു. ടി വിയിൽ തന്നെ കാണണം എന്ന നിർബന്ധ ബുദ്ധി എല്ലാവർക്കും ഇല്ലല്ലോ. ഞാൻ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ടെലിവിഷൻ കാണുന്ന ഒരു സമൂഹം നിശ്ചയമായിട്ടുമുണ്ട്. പക്ഷേ നിങ്ങളെപ്പോലെയെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ പ്രായത്തിലുള്ള, നിങ്ങളുടെ തലമുറയിൽപ്പെട്ട ആളുകൾ കൂടുതലായും നിങ്ങളുടെ കയ്യിലുള്ള ഗാഡ്ജറ്റ് വഴിയായിരിക്കും ന്യൂസ് അറിയുക. പക്ഷെ അതിന് കണ്ടൻറ്റ് വേണമല്ലോ. ആ കണ്ടൻറ്റ് എവിടെ നിന്ന് ഉണ്ടാവുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട പ്രശ്നമാണ്. കണ്ടൻറ്റിൻ്റെ ഒരു ഭയങ്കരമായ കുത്തൊഴുക്കുണ്ട്. ബ്രേക്കിംഗ് ന്യൂസ് എന്ന് പറഞ്ഞിട്ട് ഗാർഡിയൻ്റെ പഴയ എഡിറ്റർ അലൻ റസ്ബ്രിഡ്ജർ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ആ പുസ്തകത്തിൽ ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്, ഫണ്ടമെൻ്റൽ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ചോദിക്കുന്നത് ഹൗ വുഡ് സൊസൈറ്റീസ് എക്സിസ്റ്റ് വിത്തൗട്ട് റിലയബിൾ ന്യൂസ് എന്നാണ്. ന്യൂസ് ഉണ്ട്, നിങ്ങളുടെ എല്ലാം ഗാഡ്ജറ്റിലേക്ക് ഓരോ സെക്കൻഡിലേക്ക് ഒരുപാട് ന്യൂസ് ഒഴുകി വരുന്നുണ്ട്. അതിൽ റിലയബിൾ ആയിട്ടുള്ള ന്യൂസ് ഏത് എന്നുള്ളതൊരു പ്രശ്നമാണല്ലോ. സോഷ്യൽ മീഡിയയിൽ ഗേറ്റ് കീപ്പിംഗ് ഒന്നുമില്ല, ആർക്കും എന്തും പറയാം. പക്ഷേ മാധ്യമങ്ങളിൽ അങ്ങനെയല്ല. അതിൽ റെസ്പോൺസിബിൾ ആയിട്ടൊരു എഡിറ്ററുണ്ട്. അതിൽ വിശ്വാസ്യത എന്ന് പറയുന്ന ഘടകമുണ്ട്. നേരത്തെ ബാബു സാർ സൂചിപ്പിച്ച വിശ്വാസ്യതയും ആധികാരികതയും ഉണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റഗ്രാമിൽ കണ്ടുകൊള്ളൂ, പക്ഷേ ഏത് കണ്ടൻറ്റാണ് കാണേണ്ടത്, ആരുടെ കണ്ടൻറ്റാണ് കാണേണ്ടത്? ഇൻസ്റ്റഗ്രാമിൽ ഇപ്പോൾ മനോരമയും മാതൃഭൂമിയും 24-ഉം മീഡിയ വണ്ണും എല്ലാം ഉണ്ട്. അതിനപ്പുറത്ത് നെറ്റിസൻസ് തരുന്ന കണ്ടൻറ്റ് മാത്രം കണ്ടാൽ മതിയെങ്കിൽ അവിടെ ഈ പറഞ്ഞ റിലയബിലിറ്റി എവിടെയാണ്? നിങ്ങൾ എങ്ങനെ അതിനെ വിശ്വസിക്കും എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. ഇപ്പം നേരത്തെ ഇവിടെ പ്രമോദേട്ടൻ ചൂണ്ടിക്കാണിച്ച ഈ കാസർഗോഡ് സംഭവം ഉണ്ടല്ലോ, അതായത് മുസ്ലിങ്ങൾ കേരളത്തിലെ ഹിന്ദുക്കളോട് ഇങ്ങനെയാണ് പെരുമാറുന്നത് എന്ന് പറഞ്ഞിട്ടാണ് ഈ പറഞ്ഞ വീഡിയോ പ്രചരിച്ചത്. പേഴ്സണലായി എനിക്ക് മെസ്സേജ് അയച്ച് എന്തുകൊണ്ടാണ് കേരളത്തിലെ മാധ്യമങ്ങൾ ഇത് ചർച്ച ചെയ്യാത്തത്? കേരളത്തിലെ മാധ്യമങ്ങൾ ജിഹാദീവൽക്കരിക്കപ്പെട്ടത് കൊണ്ടല്ലേ ഇത്ര വലിയൊരു അതിക്രമം കേരളത്തിൽ നടന്നിട്ട് നിങ്ങൾ ചർച്ച ചെയ്യാതെ പോയത്? നിങ്ങൾക്ക് ആരാണ് പണം തരുന്നതെന്നൊക്കെ രോഷാകുലരായി പ്രതികരിച്ച ആളുകളുണ്ട്. എന്ത് വിശ്വസിച്ചിട്ടാണ്? ഈ സോഷ്യൽ മീഡിയയിൽ വരുന്ന കണ്ടന്റ് വിശ്വസിച്ചിട്ടാണ്. സോഷ്യൽ മീഡിയയിൽ ട്വിറ്ററിൽ വരുന്ന ഈ പറഞ്ഞ അബ്യൂസീവ് ആയിട്ടുള്ള ഹെയ്റ്റ്ഫുൾ ആയിട്ടുള്ള കണ്ടന്റ് വിശ്വസിച്ച് എന്തുകൊണ്ട് നിങ്ങൾ ഇത് ചർച്ച ചെയ്യുന്നില്ല എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. അവർക്ക് ആ ഇൻഫർമേഷൻ കിട്ടിയത് ഈ പറഞ്ഞ സോഷ്യൽ മീഡിയയുടെ വിശാലമായ ലോകത്തു നിന്നാണ്. അപ്പം നിങ്ങൾക്ക് കണ്ടന്റ് ഇഷ്ടംമാതിരി കിട്ടും, പക്ഷെ അതിൽ വിശ്വാസ്യത എന്ന് പറയുന്ന പ്രശ്നം വളരെ വലുതാണ്. അപ്പോൾ വിശ്വാസ്യത വേണമെങ്കിൽ നിശ്ചയമായും ആധികാരികമായ വാർത്താ സ്രോതസ്സുകൾ വേണം. അങ്ങനെയുള്ള ആധികാരികമായ വാർത്താ സ്രോതസ്സുകളായി മാറാനാണ് കേരളത്തിലെ മാധ്യമങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യയിലെ മാധ്യമങ്ങൾ പരിശ്രമിക്കേണ്ടത്. അതുകൊണ്ട് ഫോമാറ്റ് ഏതുമാവാം, നിങ്ങൾ കാണുന്നത് ഒരു പക്ഷേ നിങ്ങളുടെ ഗാഡ്ജറ്റിലാകാം, എന്നാലും ഈ പറയുന്ന വാർത്താ എക്കോസിസ്റ്റം അവിടെ ഉണ്ടാകും. Last question, sir. എൻ്റെ പേര് രാധാകൃഷ്ണപിള്ള. ഞാനൊരു പൗരൻ എന്ന നിലയിലാണ് സംസാരിക്കുന്നത്. ഇവിടെ മാധ്യമപ്രവർത്തനം കഴിഞ്ഞ കാലത്ത് നിന്ന് വളരെയധികം വികസിച്ചിട്ടുണ്ട്. നമ്മുടെ കൊച്ചു കേരളത്തിലോ നമ്മുടെ ഗ്രാമത്തിലോ ഒതുങ്ങി നിന്നിരുന്ന കയ്യെഴുത്ത് പ്രതിയിൽ നിന്നിപ്പോൾ ലോക ഉത്തരമായിട്ടുള്ള ഇൻ്റർനാഷണലായിട്ട് തരത്തിലുള്ള മാധ്യമങ്ങൾ ഇന്ന് വളർന്നു.
ലോകത്തിൻ്റെ ഏത് കോണിൽ നിന്നും ഇന്ന് നമുക്ക് എത്തും. അതോടൊപ്പം തന്നെ നമ്മുടെ സാംസ്കാരികമായിട്ടുള്ള വൈകൃതങ്ങളും കൂടിയിട്ടുണ്ട്. ഇത് ഞാൻ പറയാൻ കാരണം, ഒരു ബാങ്ക് കൊള്ളയടിക്കുമ്പോഴേ ആ ബാങ്ക് കൊള്ളയടിക്കുന്ന അത് എങ്ങനെ അടിച്ചു എന്നുള്ളത് നമ്മൾ അറിയേണ്ട കാര്യമില്ല, അത് കോടതി നോക്കിക്കോളും. ഇവിടെ അത് എങ്ങനെ കൊള്ളയടിച്ചു എന്ന് ഒരു നോവലേറ്റ് പോലെ ഇങ്ങനെ ഒരു ദിവസം മുഴുവൻ വരിക, പിറ്റേ ദിവസം വരിക. ഇത് വായിക്കാനാണ് ആളുകൾ സത്യം പറഞ്ഞാൽ ഇന്നത്തെ യുവതലമുറയ്ക്ക് ആഗ്രഹം. ഞാൻ വെറുതെ പറയുന്നതല്ല, ഇന്ന് കണ്ടതും കേൾക്കുന്നതും അങ്ങനെ തന്നെയാണ്. അതുപോലെ തന്നെ മൊബൈലിൽ വരുന്ന കാര്യങ്ങൾ ഇതും നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതുപോലെ സീരിയൽ അന്തിച്ചർച്ച എന്നും പറഞ്ഞുകൊണ്ട് ഒരു ചർച്ചയുണ്ട്. രാഷ്ട്രീയക്കാരുടെ മുഴുവൻ കുത്തരങ്ങൾ അതിൻ്റെ അകത്ത് കാണാൻ പറ്റും. ഇതൊക്കെ എന്തിനാണ് ഈ സാധാരണപ്പെട്ട പൗരന്മാരെ അല്ലെങ്കിൽ എന്തിനാണ് വെച്ച് നീട്ടുന്നത്? ഒന്നോ രണ്ടോ കാര്യങ്ങൾ പറഞ്ഞാൽ പോരെ. ഇവിടെ എത്രയോ നല്ല കാര്യങ്ങൾ കിടക്കുന്നു. ഇവിടെ ഗാന്ധിയുടെ അല്ലെങ്കിൽ അതുപോലുള്ള മഹാന്മാരുടെ എന്തെങ്കിലും ഒരു മാതൃഭൂമി വന്നു കഴിഞ്ഞാൽ അത് വായിക്കാൻ ആളില്ല. ഫസ്റ്റ് പേജ് എടുക്കും, ആരെങ്കിലും ബലാത്സംഗം ചെയ്തു വായിക്കും. നേരം എടുത്ത് പത്രം എടുത്തു കഴിഞ്ഞാൽ അത് വായിച്ചിട്ട് എവിടെയെങ്കിലും ഓഫീസിൽ ജോലിക്ക് പോയി കഴിഞ്ഞാൽ അന്നത്തെ ജോലി നടക്കത്തില്ല. കാരണം നമ്മുടെ കുഞ്ഞുങ്ങളും അങ്ങനെ ആയി. ചോദ്യത്തിലേക്ക് എത്താം സാർ. ശരിയല്ലേ? അതെ. അതുകൊണ്ട് ഞാൻ പറയുന്നത്, പത്രം ആദ്യം വായിക്കാതിരിക്കുക. ചായ കുടിക്കുമ്പോൾ അല്ലെങ്കിൽ കക്കൂസിൽ പോകുമ്പോൾ പത്രം വായിച്ചുകൊണ്ട് പോകുന്ന അവർ പത്രം വായിക്കാതിരിക്കുക. അതുപോലെ ഈ അന്തിച്ചർച്ച കാണാതിരിക്കുക. വളരെ വേദനയോട് കൂടിയാണ് നിങ്ങളോട് പറയുന്നത്. അപ്പം നിങ്ങൾ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. ഇവിടെ രാഷ്ട്രീയക്കാരുടെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അജണ്ട ആയിക്കോട്ടെ, ഇതെല്ലാം ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ നിഷ്പക്ഷമായിട്ട് മാധ്യമപ്രവർത്തനം ചെയ്യണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. പ്ലീസ് ആൻസർ. അഭിപ്രായത്തിനൊരു റിബട്ടൽ. ഹലോ, സാറ് പറഞ്ഞ ആ കാര്യത്തോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല, നമ്മളിതെല്ലാം നിർത്തിയെന്ന് വിചാരിച്ചോളൂ. അതായത് പത്രങ്ങളില്ല, ടെലിവിഷൻ ചാനലുകളില്ല, മറ്റു തരത്തിൽ ഈ സ്വാധീനം ചെലുത്തുന്നു, ദുസ്വാധീനം ചെലുത്തുന്നു എന്ന് താങ്കൾ പറയുന്ന എല്ലാം ഒഴിവാക്കിയാൽ ഈ സമൂഹം നന്നാവുമോ? ഈ സമൂഹം നന്നായിരിക്കുമോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. കേൾക്കുന്നില്ല. അല്ല, ഞാൻ തർക്കിക്കാൻ വേണ്ടി ചോദിച്ചതല്ല. അപ്പം അതിനകത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഒരു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അത് ഇങ്ങനെ ജീർണിച്ചു പോകുന്നുണ്ട്. ഇപ്പോൾ യുവതലമുറ, താങ്കൾ പറഞ്ഞ വളരെ ശരിയാണ്, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളിലോടാണ് അവർക്ക് താല്പര്യം വരുന്നത്. നെഗറ്റീവായ കാര്യങ്ങളിലാണ് പെട്ടെന്ന് ശ്രദ്ധ പതിയും. ഇപ്പോൾ ഗാന്ധിജിയെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ രക്തസാക്ഷി ദിനത്തിലോ അദ്ദേഹത്തിൻ്റെ മറ്റ് ഗാന്ധി ജയന്തി ദിനത്തിലോ ഒരു ലേഖനം പ്രസിദ്ധീകരിച്ചു എന്ന് വെച്ചാൽ ആരും അത് വായിക്കുന്നില്ല. ശരിയാണ്, ആ നിലയിലേക്ക് പോയിട്ടുണ്ടാകാം. പക്ഷേ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതത്ര ഏകപക്ഷീയമായി സംഭവിക്കുന്നതല്ല. ഇപ്പോൾ മാധ്യമങ്ങൾ അങ്ങോട്ട് എന്നാൽ ഇങ്ങനെ മാത്രം മതി, ഇതായിരിക്കും ആളുകൾക്ക് താല്പര്യം ഉണ്ടാവുക, എന്നാൽ അത് അവരെ കൊണ്ട് വായിപ്പിച്ച് കളയാം, അവർക്ക് കൊടുത്തു കളയാം എന്ന് തീരുമാനിക്കുന്നതല്ല. ഇതൊരു മ്യൂച്വൽ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അതാണ് നേരത്തെ ഗോപികൃഷ്ണൻ ഇവിടെ പറഞ്ഞതുപോലെ, നമ്മളെല്ലാം പൊളിറ്റിസൈസ് ചെയ്യുന്ന ഒരു സമൂഹത്തിനകത്ത് അതൊട്ടും പാടില്ല എന്നുള്ളതല്ല, അങ്ങനെ തന്നെ ആവണം. പക്ഷേ അത് എന്ത് തരത്തിലുള്ള ബൈ പ്രൊഡക്ട്സ് ആണ് ഉണ്ടാക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അപ്പോൾ പുതിയ തലമുറ എന്തുകൊണ്ടാണ് പൊളിറ്റിക്സിനോട് ഈ തരത്തിലുള്ള ഒരു സമീപനം സ്വീകരിക്കാൻ ഇടവരുന്നത് എന്നത് ചിന്തിക്കേണ്ട കാര്യമാണ്. ഞാൻ പൊളിറ്റിക്കലായിട്ടുള്ള വളരെ ആ തരത്തിലുള്ള ചിന്തകളുള്ള, ആ നിലക്ക് കാര്യങ്ങൾ ചെയ്യുന്ന യുവതലമുറയിൽപ്പെട്ട ഒട്ടേറെ പേരുണ്ട്. അവരെല്ലാം അറിഞ്ഞുകൊണ്ടും കണ്ടുകൊണ്ടും തന്നെയാണ് ഞാൻ പറയുന്നത്, മെജോറിറ്റി ആയിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും സീരിയസ് ആയി കാര്യങ്ങൾ ചെയ്യണമെന്നുള്ളൊരു താല്പര്യം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ അതുകൊണ്ടാണ് അതും നമ്മൾ കാണണം. അത് ഈ പൊളിറ്റിക്സിൻ്റെയും കൂടി ഒരു നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ റിയൽ പൊളിറ്റിക് എന്ന് നമ്മൾ പറയുന്ന കക്ഷി രാഷ്ട്രീയത്തിൻ്റെ സ്വഭാവം കൂടി അതിനൊരു ഘടകമായി വരുന്നുണ്ട് എന്ന് നമ്മൾ കാണണം. അതിൻ്റെ ഭാഗമായിട്ട് കൂടി സംഭവിക്കുന്ന ഒരു അരാഷ്ട്രീയവൽക്കരണം കേരളീയ സമൂഹത്തിലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പത്രമാധ്യമങ്ങളും ടെലിവിഷനുകളും ഇതെല്ലാം ഓഫ് ചെയ്തും വേണ്ടെന്ന് വെച്ചാലും ഇത് പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഈ പ്രോസസ്സിനെ നമ്മൾ തിരിച്ച് അതിൻ്റെ ഒരു പോസിറ്റീവായ സൈഡിലേക്ക് കൊണ്ടുവരാതിരുന്നു കഴിഞ്ഞാൽ ദിസ് വിൽ കണ്ടിന്യൂ ആസ് ഇറ്റ് ഈസ് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്.